നമുക്കറിയാം AIG-GC എന്ന് പറയുന്ന ഓർഗനൈസേഷനിലെ ഒരു പ്രധാനപ്പെട്ട പില്ലേഴ്സ് ആണ് നമ്മളെല്ലാവരും. അതേപോലെ തന്നെ AIG-ന്റെ പില്ലേഴ്സ് ആണ് നമ്മളെല്ലാവരും വ്യത്യസ്തമായ രീതിയിൽ ടീമിനെ ഹോൾഡ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് നിങ്ങളെ കാണാൻ കഴിയാതെ പോയത്. എന്തായാലും ഞാനൊരു ITC ലീഡറാണെന്ന് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് എന്റെ എക്സ്പീരിയൻസിനെക്കാട്ടും ഉപരി ഞാൻ എങ്ങനെ ഈ റാങ്കിലേക്ക് എത്തി എന്ന് പറയാനാണ് ഞാൻ കൂടുതൽ താല്പര്യപ്പെടുന്നത്. ഞാൻ എപ്പോഴും എന്റെ ട്രെയിനിങ്ങിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നത്തെ ശൈലേഷ് ബാലനെ നോക്കി നിങ്ങൾക്കൊന്നും കിട്ടാനില്ല, എന്റെ കയ്യിൽ നിന്നൊന്നും നിങ്ങൾക്ക് ആർജിക്കാനില്ല. പകരം ഞാൻ നിങ്ങൾ ഓരോരുത്തരുടെയും റാങ്കിൽ നിന്ന് എന്ത് ചെയ്തോ അത് നിങ്ങൾ ചെയ്താൽ ഞങ്ങളെ പോലെ നിങ്ങളാവും. അതുകൊണ്ട് ഞങ്ങളെ ഒരുപക്ഷെ വീരവാദങ്ങളും ഞങ്ങളുടെ വലിയ വലിയ അച്ചീവ്മെന്റുകളും ഞങ്ങൾ നേടിയതായ വല്ല കാറുകളും വീടുകളും കാണുമ്പോൾ അതൊരു പക്ഷേ പുതിയ ആളുകളെ സംബന്ധിച്ച് അതല്ല വ്യർത്ഥം. പകരം നിങ്ങൾക്ക് ഞങ്ങളെപ്പോലെ ആവാൻ നമുക്ക് എല്ലാവർക്കും ഒരേ ഓപ്പർച്യൂണിറ്റി ആണല്ലോ കയ്യിലുള്ളത്. നിങ്ങൾക്കും സൗജന്യമായിട്ടാണ് മൈലേജ് മാർക്കറ്റിംഗ് കിട്ടിയത്, എനിക്കും കിട്ടിയതാണ്. നാളെ നിങ്ങൾ കൊടുക്കാൻ പോകുന്ന ആൾക്കൊക്കെ കിട്ടാൻ വേണ്ടി പോകുന്നത് അതാണ്. അതുകൊണ്ട് ആ രീതിയിൽ സംസാരിക്കുന്ന ഉചിതമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ മീറ്റിങ്ങിനകത്ത് എല്ലാവരും ഐഡിയ അടിച്ച ആൾക്കാരായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് രജിസ്ട്രേഷൻ എടുത്ത ആളുകളായിരിക്കും നിങ്ങൾ എല്ലാവരും. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മൈലേജ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ് ആണ്. അതായത് വിജയിച്ച ആളുകൾ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ എളുപ്പത്തിൽ വിജയിക്കുന്ന ബിസിനസ്സാണ് മൈലേജ് മാർക്കറ്റിംഗ്. ഇത് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് 12ാമത്തെ റാങ്കിലാണ്. 12ാമത്തെ റാങ്ക്, അതായത് നമുക്ക് സ്റ്റാർ മുതലാണ് നമുക്ക് റാങ്ക് എന്ന് നമ്മൾ വിചാരിക്കുക. സ്റ്റാർ ഒരു റാങ്കാണ്. അതേപോലെ തന്നെ റൂബി എന്ന് പറയുന്ന റാങ്കാണ്. കോർഡിനേറ്റർ എന്ന് പറയുന്നത് 3ാമത്തെ റാങ്കാണ്. 4ാമത്തെ റാങ്ക് എത്തുന്ന സമയത്ത് നമ്മൾ TC എന്ന് പറയുന്ന കമ്പനി അംഗീകരിച്ച റാങ്കിലേക്ക് മാറും. അങ്ങനെ TC, ATC, DTC, ZTC, STC, RTC, NTC, അതേപോലെ CTC, ITC ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 10 കോടി പെർ മാച്ച് ഉള്ള ഒരു റാങ്കാണ് ITC എന്ന് പറയുന്നത്. ഞാനും ബിലിസാറും ഒക്കെ ആ ലെവലിൽ നിൽക്കുന്ന ആളാണ്. ഇപ്പൊ ബെന്നി സാറ് WTC എന്ന് പറയുന്ന 35 കോടി പെർ മാച്ചിലാണ് നിൽക്കുന്നത്. അപ്പൊ അത് നമുക്ക് പോകേണ്ടതായ റൂട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാന് 10 കോടി പെർ മാച്ചിൽ നിന്ന് 22 കോടി പെർ മാച്ചിൽ എത്തി നിൽക്കുന്നു. ഇനി WTCയിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ എന്തിനാണ് നിങ്ങളോട് പറയുന്നത്, ഇതൊരു സൈൻ ബോർഡാണ്. ഞാൻ പറയുന്ന കാര്യം ഒരു സൈൻ ബോർഡാണ്. അതായത് ഈ സൈൻ ബോർഡ് നോക്കി വണ്ടി ഓടിച്ചാൽ നിങ്ങളും എത്തുന്ന റാങ്കിന്റെ പേരാണ് ITC. അതുകൊണ്ട് ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ് ആണ് നമ്മളെ സംബന്ധിച്ചിട്ട് മൈലേജ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ് ആണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഞാനൊരു സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ ഷെയർ ഞാൻ എന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഘട്ടഘട്ടമായി പറയാം. എക്സ്പീരിയൻസിനെക്കാളും കൂടുതൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ പറയണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലെ ഞാൻ ട്രെയിനിങ്ങിലൂടെ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോ നമ്മളൊരു വാഹനം ഓടിച്ച് നമ്മൾ പോവുകയാണ്, നിരത്തിലേക്ക് വാഹനം ഇറക്കി. അപ്പൊ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾക്കറിയാം താമരശ്ശേരി, അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പം കോഴിക്കോട് ഭാഗത്തേക്കാണ് പോകുന്നതെങ്കിൽ താമരശ്ശേരി, അതേപോലെ തന്നെ നമ്മളെ കൊടുവള്ളി, അങ്ങനെ പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടാണ് നിങ്ങൾ കോഴിക്കോട് എത്തുക. അത് കഴിഞ്ഞ് നിങ്ങൾ മലപ്പുറത്തേക്കാണ് പോകുന്നതെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് സൈൻ ബോർഡുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇടത്തോട്ട് തിരിയണം, വലത്തോട്ട് തിരിയണം, സ്ട്രെയിറ്റ് പോകണം എന്നുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. ആ സൈൻ ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരിയായ ലക്ഷ്യത്തെ സാധൂകരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ശരിയായ ലക്ഷ്യത്തിലാണ് പോകുന്നത് എന്ന് നമുക്ക് സ്വയം ബോധ്യപ്പെടുന്ന, നമ്മളെ സമയത്തിനെ അല്ലെങ്കിൽ നമ്മുടെ പണത്തിനെ വളരെ മൂല്യത്തോടു കൂടി കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ സൈൻ ബോർഡ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ഈ ബിസിനസിന്റെ അകത്ത് നിങ്ങളുടെ സമയം നഷ്ടപ്പെടാതിരിക്കാൻ, നിങ്ങളെ പണം നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾക്കൊരു സൈൻ ബോർഡ് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ സൈൻ ബോർഡാണ് ഇത്ര മീറ്റിംഗിലൂടെ നിങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ സൈൻ ബോർഡ് മാത്രമേ നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് എനിക്ക് ഡ്രൈവിംഗ് അറിയാം, എന്റെ സ്വന്തം കാറാണ് എന്ന് വിചാരിച്ച് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും അവരുടെ സമയം നഷ്ടപ്പെടും, അവരുടെ പണവും നഷ്ടപ്പെടും. ക്ലിയർ ആയോ? ചിലപ്പോൾ അവിടെ എത്തണമെന്ന് നിർബന്ധവും ഇല്ല എന്ന് പറയുന്ന പോലെയാണ് ഈ മൈലേജ് മാർക്കറ്റിംഗ്. അതുകൊണ്ട് ഇതിലേക്ക് പണ്ടത്തെ നമ്മളെ പഞ്ചാബ് നമ്മളുടെ അഞ്ഞൂറാം മുതലാളിന്റെ ഒരു സിനിമ ഉണ്ടല്ലോ, അഞ്ഞൂറാം മുതലാളി പറയുന്ന ഒരു ഇതുണ്ട്, എന്താണ്, കേറി വാടാ മക്കൾ എന്ന് പറയും. ആർക്കും കേറി വരാം അഞ്ഞൂറാം മുതലാളിയുടെ അടുത്തേക്ക്. അതേപോലെയാണ് മൈലേജ് മാർക്കറ്റ്. ആർക്കും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, പക്ഷെ എല്ലാവരും രക്ഷപ്പെടുന്ന ബിസിനസ് അല്ല മൈലേജ് മാർക്കറ്റ്. എന്തുകൊണ്ടെന്നറിയോ? ചില ആളുകൾ സൈൻ ബോർഡ് നോക്കി വണ്ടി ഓടിക്കും, ചില ആളുകൾ തോന്നിയതുപോലെ വണ്ടി ഓടിക്കും. അപ്പൊ നിങ്ങൾ പറ, തോന്നിയതുപോലെ വണ്ടി ഓടിക്കുന്ന ആളുകൾക്ക് യാത്രാ ലക്ഷ്യം പൂർത്തീകരിക്കാൻ പറ്റുമോ? ഇല്ല. എന്ന് പറയുന്ന പോലെ ഒരു സാമാന്യ ബുദ്ധി, ഒരു കോമൺ സെൻസ് നമ്മൾ ഇതിന്റെ അകത്ത് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ബിസിനസിന്റെ അകത്ത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല ഈ ബിസിനസ് നമുക്ക് രക്ഷപ്പെടാൻ. പക്ഷെ വളരെ എളുപ്പം, വളരെ എളുപ്പമാണ്, പക്ഷെ അത്ര എളുപ്പമല്ല. അങ്ങനെ വളരെ എളുപ്പമാണ് എന്ത് ചെയ്യണം?
നമ്മൾ ഈ സൈൻ ബോർഡുകൾ നോക്കി ഡ്യൂപ്ലിക്കേഷൻ എന്ന രീതിയിൽ മാത്രം നമ്മൾ കഴിവുള്ള ആളുകളായിരിക്കും, വിദ്യാഭ്യാസമുള്ള ആളുകളായിരിക്കും, വലിയ വലിയ ബിസിനസ്സുകാരായിരിക്കും, ഡയറക്ട് സെല്ലിംഗ് ചെയ്ത നേരത്തെ ഉണ്ടായിരുന്ന പരിചയം ഒക്കെ ഉണ്ടാവും. പക്ഷെ ഈ ബിസിനസിന്റെ അകത്ത് ഡ്യൂപ്ലിക്കേഷൻ ഇല്ലാതെ നിങ്ങൾ പോയാൽ ഈ ബിസിനസിന്റെ അകത്ത് കഴിവുള്ളവരും പരാജയപ്പെടുന്ന ബിസിനസിന്റെ പേരാണ് മൈൽസ്റ്റോൺ മാർക്കറ്റിംഗ്. ഇനി ഡ്യൂപ്ലിക്കേഷനിലൂടെ പോകുന്ന ആളുകൾക്കോ കഴിവില്ലെങ്കിലും വിജയിക്കുന്ന ബിസിനസ്സാണ് മൈൽസ്റ്റോൺ മാർക്കറ്റിംഗ്. ക്ലിയർ ആയോ? അതുകൊണ്ട് നിങ്ങൾ കഴിവുകളെല്ലാം ഡ്യൂപ്ലിക്കേഷന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കണം, ഡ്യൂപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിക്കണം, സിസ്റ്റത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കണം. ഈ ബിസിനസിന്റെ അകത്ത് വിജയിച്ച ആളുകൾ പറയുന്ന കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ കഴിവിനെ ഉപയോഗിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കഴിവും ഈ ലക്ഷ്യബോധവും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്ന ബിസിനസ്സാണ് മൈൽസ്റ്റോൺ മാർക്കറ്റിംഗ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. ഫോളോ യുവർ സൈൻ ബോർഡ്സ്. നിങ്ങൾ ഒരു ഉമ്മർ ഉസ്താദ് വിചാരിക്കുക. ഉമ്മർ ഉസ്താദ് ഒരു ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് ഫസ്റ്റ് കാണുന്ന ഒരു സൈൻ ബോർഡാണ് ലോസ്റ്റ്. വലത്തോട്ട് പോയാൽ നഷ്ടങ്ങൾ സംഭവിക്കും, ഇടത്തോട്ട് പോയാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് പോയാൽ ഉറപ്പില്ല, പോയി നോക്കുക ഉമ്മർ ഉസ്താദെ, പോയി നോക്കുക, ചിലപ്പോൾ രക്ഷപ്പെടും. ഇങ്ങനെ ഒരു ബോർഡാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ എന്താ ചെയ്യുക? വാഹനം നിങ്ങൾ ഓടിക്കുകയോ അതല്ലെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ സംശയങ്ങൾ തീർത്തതിന് ശേഷം നിങ്ങൾ പോവുക? തീർച്ചയായിട്ടും സംശയങ്ങൾ തീർത്തതിന് ശേഷമായിരിക്കും നമ്മൾ പോവുക. കാരണം എന്താണ്? നഷ്ടങ്ങൾ സംഭവിക്കും, കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. പോയി നോക്കൂ, ചിലപ്പം വിജയിക്കും എന്ന് പറയുന്ന ഒരു ബോർഡ് കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ നമ്മളത് മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾക്ക് തെറ്റ് പറ്റാനുള്ള സാധ്യതയുണ്ട്, എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതുകൊണ്ട് ഇത് തിരുത്തിയതിനു ശേഷം, മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഞാൻ എന്റെ യാത്ര തുടരാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ബോർഡ് കണ്ടോ? വലത്തോട്ട് പോയാൽ പാരീസ്, ലെഫ്റ്റോട്ടിൽ പോയാൽ ന്യൂയോർക്ക്, റൈറ്റ് സ്ട്രെയിറ്റ് പോയാൽ ടോക്കിയോ. തീർച്ചയായിട്ടും നിങ്ങൾ ടോക്കിയോക്ക് ആണെങ്കിൽ നിങ്ങൾ സ്ട്രെയിറ്റ് പോകണം, ന്യൂയോർക്കിലേക്കാണ് ലെഫ്റ്റ് പോകണം, അതേപോലെ റൈറ്റ് പോയി കഴിഞ്ഞാൽ പാരീസിൽ. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് പോകേണ്ടത് വെച്ചാൽ അതാണ് സത്യത്തിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം. വേറൊരു സൈൻ ബോർഡ് കണ്ടോ? ഈ സൈൻ ബോർഡ്, അതായത് വലത്തോട്ട് പോയാൽ വെൽത്ത്, സമ്പത്ത് കിട്ടും, ഇടത്തോട്ട് പോയാൽ ആരോഗ്യം കിട്ടും, അതേപോലെ തന്നെ ഈ കുറച്ചുകൂടി ടേൺ ചെയ്ത് പോയാൽ ഹാപ്പിനെസ് കിട്ടും, സ്ട്രെയിറ്റ് പോയാൽ സക്സസ് കിട്ടും. ഹലോ, ഈ സൈൻ ബോർഡ് തരുന്ന കമ്പനിയുടെ പേരാണ് മൈൽസ്റ്റോൺ മാർക്കറ്റിംഗ്. ഇതാണ് സക്സസ് തരുന്ന ഒരു 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 എന്താ പറയാ, ഒരു ജേണിയുടെ യാത്രയുടെ ഒരു എന്താ പറയാ, ഒരു ബിസിനസ് സ്ട്രാറ്റജിയാണ് മൈൽസ്റ്റോൺ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ബഹുമാന്യനായ നിങ്ങൾ ഓരോരുത്തരോട് എനിക്ക് പറയാനുള്ളത്, ഈ സൈൻ ബോർഡ് വെച്ച് നമ്മൾ ശരിയായ ലക്ഷ്യബോധത്തിലേക്ക് നിങ്ങളുടെയൊക്കെ ഈ പറയുന്ന ഗ്രേറ്റ് ലീഡേഴ്സ് ഒക്കെ വിജയിച്ച ആളുകൾ നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവരവിടെ എത്തിയിട്ടുണ്ട്, ആ മക്കളെ ഇതെങ്ങോട്ട് വരൂ എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ബുദ്ധിയുള്ള നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് ഫോളോ ചെയ്യുക, അത് ഫോളോ ചെയ്യുക, ആ റൂട്ടിലൂടെ പോവുക. കാരണം എന്താണ്? കഴിഞ്ഞ 5, 10, 15, 20, 30, 40, 50 വർഷമായിട്ട് ഇത് അന്വേഷിച്ച് ഈ സൈൻ ബോർഡ് പോലും കാണാത്ത ആളുകളാണ് ഭൂരിഭാഗം ആൾക്കാർ. ഒന്നുമില്ലെങ്കിൽ ഈ സൈൻ ബോർഡെങ്കിലും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നില്ലേ? ക്ലിയർ ആയോ? അതുകൊണ്ട് ഒരു 10, 35 കൊല്ലക്കാലം കൊണ്ട് അധ്വാനിച്ചാൽ കിട്ടുന്ന ഒരു കാര്യത്തിനെ നമ്മൾ 5 കൊല്ലം കൊണ്ട് യാത്ര പൂർത്തീകരിക്കാൻ പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമ്മൾ എടുക്കേണ്ട സ്ഥലത്താണ് പണിയെടുക്കേണ്ടത്, പോകേണ്ട സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ സൈൻ ബോർഡ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ക്ലിയർ ആവണ്ടല്ലോ? ഓക്കെ. ഇതുകൊണ്ട് എന്റെ ലൈഫിൽ ഉണ്ടായ മാറ്റം എന്താണ്? ഞാൻ ഈ സൈൻ ബോർഡ് നോക്കി പോയത് കൊണ്ട് എനിക്കുണ്ടായ മാറ്റം എന്താണ്? ഫോർച്യൂണർ കാർ വന്നു, 1/2 കോടി രൂപയുടെ കാറിൽ, ഇന്ന് 3ാമത്തെ കാറിലാണ് ഇപ്പൊ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം എനിക്ക് റിറ്റ്സ് കാർ ഉണ്ടായിരുന്നു, പിന്നെ ഹുണ്ടായി വെർണ എന്ന് പറയുന്ന ഒരു കാർ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഇന്നൊരു 1/2 കോടി രൂപയുടെ ഫോർച്യൂണർ കാറിലേക്ക് വന്നു. അതേപോലെ തന്നെ നമുക്ക് ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് നമുക്ക് കിട്ടും എന്ന് പറയുന്നത് എന്നെ പറ്റി നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കൂ. എല്ലാം ആയിട്ടില്ലെങ്കിലും അതിന്റെ കുറച്ച് ചെറിയ റൂട്ടിലൂടെ പോകുന്നുണ്ട് എന്ന് നിങ്ങൾ ബോധ്യപ്പെടുമല്ലോ. ഞാൻ 3 വിദേശ രാജ്യങ്ങൾ മൈൽസ്റ്റോൺ മാർക്കറ്റിംഗിലൂടെ കമ്പനിയുടെ ഭാഗമായിട്ട് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഫ്ലൈറ്റ് യാത്ര, ഇപ്പൊ ഹൈദരാബാദിലും മാന്ത്രയിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ വല്ലപ്പോഴും ഒക്കെ ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്യാറ്. ട്രെയിന് കിട്ടിയിട്ടില്ലേ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യും, പിന്നെ പെട്ടെന്ന് വരണമെങ്കിൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാറുണ്ട്. വെറും 5000, 6000 രൂപയേ ഉള്ളൂ ഹൈദരാബാദിലേക്ക് പോയിട്ട് അങ്ങോട്ട് ഫ്ലൈറ്റ് പോകണം, തിരിച്ചു വരണമെങ്കിലും ഒരു 5000, 10,000 രൂപ, 11,000 രൂപ കൊടുത്താൽ നമുക്ക് പോയി വരും. പക്ഷെ ഇതിലൊക്കെ നമുക്ക് പറ്റുന്നത് മൈൽസ്റ്റോൺ മാർക്കറ്റിംഗ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഏത് പ്രൈവറ്റ് ബസ് പോയാൽ നമ്മൾ നോക്കുക. അപ്പൊ ആ രീതിയിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, സാമ്പത്തിക സ്വാതന്ത്ര്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. ക്ലിയർ ആയി? അതേപോലെ തന്നെ എന്റെ വലതു ഭാഗത്ത് നിങ്ങൾ കാണുന്ന ഒരു വീട്, ആ വീടിന്റെ ഒരു ഒറ്റ പ്ലാറ്റ്ഫോം എപ്പോൾ ഉള്ളൂ, അത് അപ്സ്റ്റെയറിന്റെ പ്ലാറ്റ്ഫോമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു പണിയും കൂടി ഇപ്പൊ ഏതാണ്ട് 1-2 മാസം കഴിഞ്ഞാൽ നടക്കാൻ വേണ്ടി പോവാ. ഇപ്പൊ തന്നെ 1 കോടി രൂപയുടെ വില്ലയിലാണ് ഇപ്പൊ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മ്യൂച്വൽ ഫണ്ടുകളും അതേപോലെ തന്നെ ഷെയർസും അതേപോലെ തന്നെ ഗോൾഡുകളും ഒക്കെ ഈ ബിസിനസ്സിലൂടെ എനിക്ക് വരുമാനം വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു പേഴ്സണാലിറ്റി, ഇന്ന് നല്ലൊരു ട്രെയിനർ ആവാനും അതേപോലെ തന്നെ നല്ല ഡ്രസ്സ് ധരിക്കുക,
ചെയ്യാനും എന്റെ ടീമിലുള്ള പല ആളുകളെ അങ്ങനെ പ്രാപ്തരാക്കാനും നാലാളെ അറിയുന്ന രീതിയിലേക്ക് എനിക്ക് വളരാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ കടന്നുപോയാലും ഒരുപക്ഷെ നാളെ കടന്നുപോയാലും അല്ലെങ്കിൽ ഞാൻ ഇല്ലാതെ പോയാലും ഒരു വരുമാനം കിട്ടുന്ന ഒരു റാങ്കിലാണ് എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. എന്ന് പറഞ്ഞാൽ ചെറിയൊരു വരുമാനം ഒന്നും മുടങ്ങാൻ സാധ്യതയില്ല. ക്ലിയർ ആവുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ എന്റെ ഹയസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് 7 ലക്ഷം രൂപയാണ്. ഒരു ആവറേജ് ഇൻകം എന്ന് പറയുന്നത് 4 ലക്ഷം രൂപയ്ക്ക് മേലെയാണ്. അപ്പൊ ഇതാണ് ഇപ്പൊ എന്റെ അവസ്ഥ. ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത്? ഉണ്ടാക്കാനുള്ള ഏറ്റവും കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ സൈൻ ബോർഡ് നോക്കി ഡ്രൈവ് ചെയ്തു. എന്റെ ടീമിലുള്ള ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ആ ലക്ഷക്കണക്കിന് ആളുകളെ ഞാൻ ഇത് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച്, മക്കളെ ഈ റൂട്ടിലൂടെയാണ് പോകേണ്ടത്, ഇടത്തോട്ട് തിരിയണം, വലത്തോട്ട് തിരിയണം, സ്ട്രെയിറ്റ് ആയിട്ട് പോകണം, ഇത് ലക്ഷ്യബോധത്തിലേക്ക് ഇന്ന രീതിയിലാണ് പോകേണ്ടത് എന്ന് പ്രാപ്തരാക്കി അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഏതാണ്ട് 900-ലധികം TCA ലീഡർമാർ എനിക്കുണ്ട്. അതേപോലെ തന്നെ ഒരു STCA ലീഡർമാർ എന്ന് പറയുന്നത് ഏതാണ്ട് 80-ലധികം ആളുകളുണ്ട്. ആന്ധ്ര ഉൾപ്പെടെ ഞാൻ പറയുന്നത്. ആന്ധ്രയിൽ മാത്രം ഒരു 10-15ഓളം ആളുകളുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന 15ഓളം സീലിംഗ് അച്ചീവേഴ്സ് എന്റെ ടീമിലുണ്ട്. അതൊക്കെ ഈ സൈൻ ബോർഡ് നോക്കി യാത്ര ചെയ്യാനുള്ള അവരുടെ തീരുമാനവും അത് അവരിൽ അങ്ങനെ എത്തിക്കണം എന്നുള്ള എന്റെ തീരുമാനവുമാണ് സത്യത്തിൽ ഇതിനകത്ത് വേഗത കൂടിയത്. അതിൽ ഒരാളായി ശൈലേഷ് ബാലൻ എന്ന് പറയുന്നത് ഞാൻ മാറി. സത്യത്തിൽ ഞാൻ എന്റെ കഴിവ് കൊണ്ട് വളർന്നതാണോ, അല്ലെങ്കിൽ എന്റെ കപ്പാസിറ്റി കൊണ്ട് വളർന്നതാണോ, അല്ലെങ്കിൽ ഈ ഡ്യൂപ്ലിക്കേഷൻ കൊണ്ട് വന്നതാണോ? ഡ്യൂപ്ലിക്കേഷൻ കൊണ്ട് വന്നതാണ്. അപ്പൊ ഇതിലൊരാളാവാൻ നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ? പറ്റൂ. ഇത്ര പണിയുള്ളൂ. ക്ലിയർ ആയോ? മൈലേസ്റ്റ് മാർക്കറ്റ് ഇത്ര പണിയുള്ളൂ. ഞങ്ങൾ കുറച്ച് നേരത്തെ ചെയ്തിട്ടുണ്ടാവും, നാളെ നിങ്ങൾക്ക് നേരത്തെ ചെയ്തുകൂടെ? ക്ലിയർ ആവുണ്ടല്ലോ. ഓക്കെ. അപ്പൊ നോക്കൂ, ഇന്ന് എന്റെ ഒരു ബ്രാൻഡ് ഞാൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ആ ബ്രാൻഡ് എന്തൊക്കെയാണ്? ഞാനൊരു ട്രെയിനർ ആണെന്ന് പറയാം, സീലിംഗ് അച്ചീവർ ആണെന്ന് പറയാം, അതേപോലെ തന്നെ 15ഓളം സീലിംഗ് അച്ചീവേഴ്സിന് ക്രിയേറ്റ് ചെയ്യുന്ന പറയാം, ഉണ്ടായി പറഞ്ഞ കാറ് വാങ്ങിയെന്ന് പറയാം, ഫോർച്യൂണർ കാറ് വാങ്ങിയെന്ന് പറയാം, അതേപോലെ തന്നെ 1 കോടി രൂപയുടെ ബില്ല് വെച്ചെന്ന് പറയാം. ഇങ്ങനെയുള്ള ഒരു ബ്രാൻഡ് ഞാൻ ഉണ്ടാക്കിയെടുത്തു. അതായത് ഇതേ ബിസിനസ്സിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതേപോലെ ഒരു ബ്രാൻഡ് ക്രിയേറ്റർ ആയിട്ട് നിങ്ങൾ മാറണം. അപ്പൊ ഒരു ബ്രാൻഡാണ് സ്റ്റാർ റാങ്ക്, ഒരു ബ്രാൻഡാണ് റൂബി റാങ്ക്. ക്ലിയർ ആയോ? അതേ ലാപ്ടോപ്പ് അച്ചീവർ ബ്രാൻഡാണ്, കാർ അച്ചീവർ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്, ലോയൽറ്റി ഇൻകം സ്ഥിരമായിട്ട് കിട്ടുന്ന ആൾ ബ്രാൻഡാണ്, പെർഫോമൻസ് ഇൻകം റെഗുലർ ആയിട്ട് വാങ്ങുന്നത് നമ്മൾ ഉമ്മർ അതൊക്കെ ഒരു പിന്നെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡായിട്ട് മാറി സ്ഥിരമായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ക്ലിയർ ആയോ? അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനകത്തും നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം? ഒരു ബ്രാൻഡായിട്ട് അവതരിപ്പിക്കണം. ക്ലിയർ ആയോ? അപ്പൊ ഞാൻ പറയുന്നത് ബ്രാൻഡ് ആകുക എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ, ഒരു ലീഡർ ആവുക, അതേമാതിരി അച്ചീവ്മെന്റ് ഉണ്ടാവുക, അത് കാണിച്ചു കൊടുക്കുക, ഇത് എന്റെ നേട്ടങ്ങൾ എന്നാണ് മറ്റൊരാൾക്കാർ പറഞ്ഞു കൊടുക്കുന്നതാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ഈ ബ്രാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വലിയ നേട്ടങ്ങളിലേക്ക് പോകാൻ പറ്റൂ. ഒരു വിഭാഗം ആളുകൾ ചെയ്യേണ്ടതാണ്, ഞാനിങ്ങനെ ചാരി നിന്ന് കഴിഞ്ഞാൽ എന്ന് പറയാൻ എന്റെ ലീഡറൊക്കെ ഭരിച്ചോളുമല്ലോ, എന്റെ താഴെയുള്ളവരങ്ങ് പണിയെടുത്തോളുമല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു പണിക്കും നിങ്ങൾ കൂട്ടു നിൽക്കരുത്. അതൊക്കെ ഉടായ്പ പരിപാടിയാണ്. അതൊന്നും ലക്ഷ്യബോധത്തിലേക്ക് എത്തൂല. അഥവാ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നാളെ അതുപോലും ഇല്ലാതാവും. അതുകൊണ്ട് ആ പണി ഒന്നും ചെയ്യരുത്. പകരം നമ്മളുടെ കഴിവും കപ്പാസിറ്റിയും വെച്ച് നമ്മൾ ഈ ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കണം. തോളത്ത് നക്ഷത്രങ്ങൾ വെക്കുന്ന മിലിറ്ററി ഓഫീസറെ പോലെ നമ്മൾ ഉണ്ടാക്കി, നമ്മൾ ആരാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ലെവലിലേക്ക് നമ്മൾ സ്വയം ഒരു ബ്രാൻഡാക്കി മാറ്റണം. ക്ലിയർ ആയോ? എന്നിട്ട് മെഗാ പ്രോഗ്രാം പോലെയുള്ള പ്രോഗ്രാമിലൊക്കെ അത് നമ്മൾ നടത്തുകയോ അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് കൊണ്ട് അതൊക്കെ അച്ചീവ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയോ ചെയ്യണം. ക്ലിയർ ആവുണ്ടല്ലോ. ഇതാണ് ഇതിന്റെ റൂട്ട്. ഈ റൂട്ടിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. ഇതാണ് നമ്മൾ സൈൻ ബോർഡ്. ഇത് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾ വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ നേടണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ. നിങ്ങളെ കയ്യിലൊക്കെ മൊബൈൽ ഫോണിന്റെ അകത്ത് അത്യാവശ്യം ചാർജ് ഒക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ മോർണിംഗ് മീറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഒരുപക്ഷെ രാവിലെ കുത്തിയിട്ടുണ്ട്, അന്നേരം രാത്രി കുത്തിയിട്ടുണ്ട്. മിനിമം ഒരു 50% 60% ചാർജെങ്കിലും ഉണ്ടാവും. അത് നിങ്ങൾ ഈ ചാർജ് ഇനി ഫുൾ ചാർജ് ആക്കാതെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 3 മണി 4 മണിയാകുമ്പോഴേക്കും നിങ്ങൾക്ക് അത് ചാർജ് നഷ്ടപ്പെടും. അതുകൊണ്ട് രാവിലെ നമുക്ക് സാമാന്യ ബുദ്ധി എന്താണ്? രാവിലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ മൊബൈലിന്റെ ഭക്ഷണമാണ് ചാർജ് എന്ന് പറയുന്നത്. ഫുൾ ചാർജ് ബാറ്ററി ആക്കാതെ നമുക്ക് ആ മൊബൈലിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതേപോലെ നമ്മൾ ഈ മൈലേജ് മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബാറ്ററി ആവുന്ന നിങ്ങളുടെ തലച്ചോർ, നിങ്ങളുടെ മൈൻഡ് അത് ഫുൾ ആക്കി വെക്കണം, ഫുൾ ചാർജ് ആക്കി വെക്കണം. അപ്പൊ എവിടുന്ന ഈ ചാർജ് കിട്ടുക? ട്രെയിനിങ്. ഈ ട്രെയിനിങ്ങിലൂടെയല്ലേ നമുക്ക് മോട്ടിവേഷൻ കിട്ടുക, ഈ ട്രെയിനിങ്ങിലൂടെയല്ലേ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുക. നമുക്ക് പല സമയത്തും ഇത് ചെയ്താൽ രക്ഷപ്പെടുമോ എന്നുള്ളത് എപ്പോഴും നമുക്ക് തോന്നുന്നതല്ലേ. സ്വപ്നങ്ങളിൽ നമ്മളെ റിപ്പർ ചന്ദ്രൻ തലക്കടിക്കുന്നത്, അല്ലെങ്കിൽ വലിയൊരു ഭീകരവാദം നമ്മൾ വന്ന് വെടിവെക്കുന്നത്, നമ്മളെ മക്കളെയൊക്കെ പിടിച്ചു കൊണ്ടുപോകുന്നു, ഇങ്ങനത്തെ ദുസ്വപ്നം കാണുന്നത് പോലെ ഭൂരിഭാഗം ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഇങ്ങനത്തെ ഒരു ദുസ്വപ്നമില്ലേ, ഞാൻ രക്ഷപ്പെടുവോ,
ഞാൻ ഇതിന്റെ അകത്ത് എന്തൊരു കാര്യമുണ്ടോ? എന്റെ അപ്പൻ ലീഡർ മാത്രം രക്ഷപ്പെടുന്ന ബിസിനസ് ആണോ? അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ അകത്ത് ഈ പണിക്ക് നിൽക്കണോ? അല്ലെങ്കിൽ പഴയ പണിയിൽ തിരിച്ചു പോകണോ? ഇതൊക്കെ ഒരു ദുസ്വപ്നല്ലേ? ഈ പറയുന്ന സാധനങ്ങളൊക്കെ മാറ്റിയെടുക്കേണ്ട എവിടുന്ന? ട്രെയിനിങ്ങിലൂടെ അല്ലേ? ഈ ട്രെയിനിങ്ങിലേക്ക് വരുന്ന സമയത്ത് വ്യത്യസ്തമായ ആളുകൾ വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുകയും നിങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന സമയത്ത് അതിൽ ഒരാളായി നിങ്ങൾക്ക് ഏതെങ്കിലും സമയത്ത് തോന്നുമല്ലേ ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നുക? എന്നെ ഏറ്റവും കൂടുതൽ ഈ ബിസിനസിന്റെ അകത്ത് തുടക്കത്തിൽ ഇൻസ്പയർ ചെയ്ത ഒരു ആശാരി പണിക്കാരനാണ്. അയാള് ആലപ്പുഴയുള്ള ട്രെയിനിങ്ങിന്റെ അകത്ത് RTPയിൽ പങ്കെടുത്ത് അന്നത്തെ ഒരു എക്സ്പീരിയൻസ് പറയാ. ഞാനൊരു കാർപ്പൻ്ററാണ്, ആ കാർപ്പൻ്ററായി ഞാൻ ബിസിനസ് ചെയ്തു, എനിക്ക് നിന്ന് പ്രൊഡക്റ്റിനകത്തുനിന്ന് റിസൾട്ട് കിട്ടി, അതേപോലെ തന്നെ ഞാൻ ചെറിയ ചെറിയ വരുമാനം ഉണ്ടാക്കി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പറഞ്ഞ് അത് ഞാൻ ഒന്നുകൂടി കുറച്ച് സീരിയസ് ആയി നോക്കി. ഒരു ആശാരി പണിക്കാരൻ സാധാരണ ഒരു കൂലി തൊഴിലാളി അല്ലെങ്കിൽ വിദ്യാഭ്യാസം കുറഞ്ഞ് അദ്ദേഹം 10ാം ക്ലാസ് പറ്റുമെന്ന് പറഞ്ഞു തോന്നുന്നു. ആ 10ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ആഴ്ച വരുമാനം 10,000 20,000 ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് 15,000 രൂപ മാസം ഉണ്ടാക്കുന്ന എനിക്ക് ഈ പണി യോജിച്ചതല്ലേ? ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ അല്ലേ, ഗ്രാഫിക് ഡിസൈൻ, ഇല്ലസ്ട്രേറ്റർ, മൾട്ടിമീഡിയ, ഓട്ടോ കാർഡ് പോലുള്ള കോഴ്സ് പഠിച്ച് ആ പറയുന്ന ആശാരി പണിക്കാരൻ എന്റെ മുഖത്തടിച്ചതുപോലെയാണ്, അല്ലെ കണ്ണു തുറപ്പിച്ച പോലെ എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതുവരെ ഇതൊക്കെ കാണാ കേൾക്കുക, റിസോർട്ടിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുക എന്ന് വിചാരിച്ച എന്റെ ഒരു ട്വിസ്റ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞ് ആ വ്യൂ ഓഫ് കോർണറിലൂടെയാണ് ഞാൻ ഇന്നലെ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സെക്കൻഡ് ഡേയിൽ നമ്മുടെ ചാൾസ് സാർ എന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നെ അസിസ്റ്റന്റ് കളക്ടർ ആയിരുന്നു ആലപ്പുഴ. അദ്ദേഹം അന്ന് CT ലീഡറാണ് ഇപ്പോ. അന്ന് ചാൾസ് സാർ വന്ന് കളക്ടറായി നിൽക്കുന്ന ആ വ്യക്തി വന്നിട്ട് 1.5 മണിക്കൂർ ഒരു സ്പീച്ച് നടത്തി. ഞാൻ ആലപ്പുഴ കളക്ടറാണ്, എന്റെ പേര് ചാൾസ് എന്നാണ്, ഞാൻ ബിസിനസ്സിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്, വളരെ പാർട്ട് ടൈം ആയിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്, ഇത് 4-5 കൊല്ലക്കാലം കഴിഞ്ഞ് ഞാനിത് ഫുൾ ടൈം കരിയർ ആയിട്ട് ഞാനിത് ഏറ്റെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്റെ ഈ പറയുന്ന ബിസിനസ് ഞാൻ എടുക്കാനുള്ള കാരണം മുബീൻ മുഹമ്മദ് എന്ന വ്യക്തിയാണ്. ആ വ്യക്തി എന്റെ ആത്മാർത്ഥമായ സുഹൃത്താണ്. അദ്ദേഹം ഈ ബിസിനസ്സിൽ എന്നെ കൊണ്ടുവന്നു, ഉപയോഗിച്ച പ്രൊഡക്റ്റിന് റിസൾട്ട് കിട്ടി. ഇങ്ങനെ പറയുമ്പോൾ ഒരു കളക്ടർ പറയുന്ന സമയത്ത് നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കാൻ പറ്റുമോ? അതേപോലെ അഡ്വക്കേറ്റ് രാജീവ് D രാജ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഈ പറയുന്ന ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്ത ഒരു അഡ്വക്കേറ്റ് ആണ്, ഒരു 10-15ഓളം ബാങ്കിന്റെ ലീഗൽ അഡ്വൈസറാണ്. അദ്ദേഹം പറയാണ് ഈ ബിസിനസ് ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, എന്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അതേപോലെ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ പ്രകാശ് എന്ന് പറയുന്ന കൊല്ലം ആദിനല്ലൂർ സ്വദേശി പ്രകാശ് സാർ വന്ന് പറയാ, ഞാനൊരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്, എന്റെ ജോലി റിസൈൻ ചെയ്ത് ഫുൾ ടൈം കരിയർ ആകാൻ പോവാ. ഞാന് കാലകുത്തി മറിഞ്ഞിട്ടും എയർഫോഴ്സിന്റെ പടിവാതിലേക്ക് പോയി നിൽക്കാൻ പറ്റില്ല. ഞാൻ പലതവണ എയർഫോഴ്സിന്റെ നേവിന്റെയും ഇന്ത്യൻ ആർമിന്റെ ഒക്കെ ടെസ്റ്റുകൾ എഴുതാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. അതിലൊക്കെ പരാജയപ്പെട്ട വ്യക്തിയാണ്. അപ്പൊ അവിടെ നിന്ന് ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ വ്യക്തി ജോലി റിസൈൻ ചെയ്ത് വരുന്ന സമയത്ത് ഞാൻ എന്നോട് ചോദിച്ച ഏക ചോദ്യതാണ്, ശൈലേഷേ എടാ നിനക്കൊരു ജോലി ഇല്ലാത്തത് കൊണ്ടും കരിയർ ഇല്ലാത്തത് കൊണ്ടും അല്ലാണ്ടാണ് നീ ഇത്രയും കാലം നിന്നെ തന്നെ ഈ കണ്ണാടി നോക്കി ചീത്ത പറഞ്ഞത്. അത് നിർത്തണേ. നീ ഇന്ത്യൻ എയർഫോഴ്സിലൊക്കെ ജോലി ചെയ്ത ആളുകൾ ഈ ഫുൾ ടൈം ബിസിനസ് ആയിട്ട് ഏറ്റെടുത്ത് ചെയ്ത നീ ഇത് ചെയ്യ് എന്ന് എന്റെ ഉള്ളിൽ നിന്ന് ഒരാൾ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു. സത്യത്തിൽ അത് എന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു. എന്നെ ഇല്ലാതാക്കി എന്റെ ശത്രു എന്റെ ഉള്ളിലുള്ള സംശയങ്ങളാ, അല്ലെങ്കിൽ എന്റെ ഉള്ളിലുള്ള ഈ പറയുന്ന പരാജയ ഭീതിയ, അത് ഞാൻ ഇത്തരം ട്രെയിനിങ്ങിലൂടെ മീറ്റിങ്ങിലൂടെ കണ്ട് ബോധ്യപ്പെട്ട സമയത്ത് ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇത് തീരുമാനം ഞാൻ ഇവിടെ എടുക്കണം. അന്ന് മുതൽ ഞാൻ ഒരു നോട്ട് ബുക്കും പെന്നും എടുത്ത് എഴുതാൻ തുടങ്ങിയതാ. എവിടെ നിന്നൊക്കെ എന്തൊക്കെ ഇൻഫർമേഷൻ കിട്ടുമോ അതൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനും തുടങ്ങിയതാ. ക്ലിയർ ആയോ? അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും മേഖലയിൽ വിശ്വാസം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ, മഹാന്റെ വാക്കുകളാ. ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കോമൺ സെൻസ് വെച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. 3 കാര്യങ്ങളിൽ നിങ്ങൾ കോംപ്രമൈസ് ഇല്ലാതെ ആ കാര്യത്തിന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത് എന്താ അറിയോ? വിശ്വാസം ഉണ്ടാക്കണമെങ്കിൽ ഇന്റലക്ച്വൽ ബിലീഫ് എന്ന് പറയും. ഇന്റലക്ച്വൽ ബിലീഫ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഏത് മേഖലയിൽ നിന്ന് ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് വിജയിക്കേണ്ടത്, ഏത് മേഖലയെ പറ്റിയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ആ മേഖലയെ പറ്റി നിങ്ങൾ ഇരുന്ന് പഠിക്കുക. വിദ്യാർത്ഥിയുടെ മനോഭാവം പോലെ. ക്ലിയർ ആയോ? എനിക്ക് അറിവുണ്ട്, എനിക്ക് ബുദ്ധിയുണ്ട്, ഞാൻ വലിയ കാര്യപ്രാപ്തിയുള്ള ആളാണ് എന്നൊക്കെ വിട്ടേക്കുക. പകരം ഈ മേഖലയിൽ എനിക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാ കാര്യത്തെ പറ്റി എനിക്ക് പഠിക്കണം. പ്രോഡക്റ്റ് പറ്റി പഠിക്കണം, ഡ്യൂപ്ലിക്കേഷൻ സിസ്റ്റത്തെ പറ്റി പഠിക്കണം, ലിസ്റ്റ് ബിൽഡിങ്ങിനെ പറ്റി പഠിക്കണം, ഇൻവിറ്റേഷനെ പറ്റി പഠിക്കണം, ഫോളോ അപ്പ് ചെയ്യേണ്ട രീതിയെ പറ്റി പഠിക്കണം. അതിൻ്റെതായ എല്ലാ അറിവുകളെ പറ്റി നിങ്ങൾ പഠിക്കുക. അതാണ് ഇന്റലക്ച്വൽ ബിലീഫ്. അതായത് സ്കൂളിൽ പോയി, ഒരു കോളേജിൽ പോയി ഒരു വിദ്യാർത്ഥി വിദ്യ അഭ്യസിക്കുന്നത് പോലെയുള്ള ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ മാറുക. അതാണ് ആദ്യത്തെ പണി. അപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ള പരാജയ ഭീതിയെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ പറയുന്ന ഇത് ചെയ്യണോ വേണ്ടയോ എന്നുള്ള അപകർഷാബോധത്തിൽ നിങ്ങൾക്ക് എടുത്ത് ഒഴിവാക്കാൻ പറ്റും. അറിവ് ഉണ്ടെങ്കിൽ വിശ്വാസം ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ബിലീഫ് എന്ന് പറഞ്ഞാൽ അനുഭവങ്ങളിലൂടെ പഠിക്കുക.
ഏറ്റവും എളുപ്പം ഈ ബിസിനസ്സിനകത്ത് അനുഭവങ്ങളോട് പഠിക്കുക. കാരണം എന്താണ്, നിങ്ങൾ ബിസിനസ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ എന്ത് വേണേ അയക്കുമോ, പക്ഷെ നാളെ മുതൽ പല്ല് കഴിക്കാനുള്ള തീരുമാനം നിങ്ങൾക്ക് എടുത്തൂടെ? ഒരു ചാമ്പ്യൻ തല ഉപയോഗിച്ച് കുളിക്കാനുള്ള തീരുമാനം എടുത്തൂടെ? ഒരു ലിവിഗൻ സിറപ്പ് ഉപയോഗിച്ച് കഴിക്കാനുള്ള തീരുമാനം എടുത്തൂടെ? ഇനി മക്കൾക്ക് ആവശ്യമായ പ്രോട്ടീൻ പൗഡറോ ന്യൂട്രലൈഫോ ഉപയോഗിക്കാനുള്ള കാര്യത്തിനകത്ത് നിങ്ങൾ തീരുമാനം എടുത്തൂടെ? അതേപോലെ 95 ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഭാവിയിൽ വരാൻ പോകുന്ന പല ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാൻ പറ്റുന്ന തീരുമാനം നമുക്ക് എടുത്തൂടെ? ക്ലിയർ ആയോ? ആ തീരുമാനം എടുക്കണമെങ്കിൽ നിങ്ങൾ അതിനാവശ്യമായ ഒരു ഈ പറയുന്ന ഇൻഫർമേഷൻ നിങ്ങൾ ഉണ്ടാക്കണം. അതുകൊണ്ട് പ്രീ ജഡ്ജ്മെന്റ്, മുൻവിധിയോടുകൂടി നിങ്ങൾ ഒന്നും കാണരുത്. മുൻവിധി എന്ന് പറയുന്ന അറിവില്ലായ്മയുടെ കുട്ടിയാണ്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അത് പൊട്ടത്തരായിരിക്കും. പക്ഷെ അത് ലോകത്ത് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ, ബാക്കി എല്ലാ ആളുകൾക്കും അത് മനസ്സിലാവും. ക്ലിയർ ആവുണ്ടല്ലോ? അതുകൊണ്ട് മുൻവിധിയോട് കൂടി ഒരു കാര്യവും നമ്മൾ സമീപിക്കാതിരിക്കുക. പകരം നമ്മളുടെ മനോഭാവം വെച്ച്, നമ്മുടെ വിദ്യാഭ്യാസം വെച്ച്, അല്ലെങ്കിൽ നമ്മളുടെ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, അതിനെപ്പറ്റി ഒന്ന് പഠിക്കാൻ തയ്യാറാകും. എന്ത് ചെറിയ അറിവിനെയും നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് കേൾക്കാനുള്ള മനോഭാവമാണ്. അതാണ് ബിസിനസ്സുകാരനുള്ളത്. ബിസിനസ്സുകാരൻ ഏതൊരു കുഞ്ഞു കുട്ടി വന്ന് പറയുന്ന ഐഡിയയും, ഇതാ എനിക്ക് ഇവിടെ എന്റെ നാട്ടിൽ ഇതാ ഇങ്ങനെ ഒരു വലിയൊരു അവസരമുണ്ട് എന്ന് പറയും, കേട്ട് കളയാം, കണ്ടു കളയാം എന്ന് വിചാരിക്കും. ക്ലിയർ ആയോ? അങ്ങനെയുള്ള എന്ത് ചെയ്യണം, ആ രീതിയിലേക്ക് നമ്മൾ മാറണം. അപ്പൊ എക്സ്പീരിയൻസ് ബിലീഫ് എന്ന് പറയുന്നത് നിങ്ങൾ പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അതിലൂടെ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക, പ്രോഡക്റ്റ് കൊടുത്തുകൊണ്ട് അതിലൂടെ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ അത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന അറിവിനെക്കാട്ടും എത്രയോ ഇരട്ടിയായിരിക്കും ഈ തിരിച്ചറിവ് എന്ന് പറയാൻ 10 മടങ്ങെങ്കിലും കാണും. അങ്ങനെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ബിസിനസ് പറ്റി പഠിക്കാനും വിശ്വാസം ഉണ്ടാക്കാനും ശക്തമായ തീരുമാനം എടുക്കാനും ഉറച്ചു നിൽക്കാനും പറ്റും. മൂന്നാമത്തെ ഒരു വിശ്വാസമാണ് യഥാർത്ഥ വിശ്വാസം. അതെന്താണെന്നറിയോ? നിങ്ങളുടെ ഉള്ളിൽ ഒരു വിശ്വാസം വരുന്ന എപ്പോഴാ? നിങ്ങൾ വിജയിച്ചു തുടങ്ങുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ വരുമാനം വരും. ക്ലിയർ ആയോ? ശങ്കരാടി ഒരു സിനിമയിൽ പറഞ്ഞ പോലെ ഇത്തിരി പരുത്തിക്കറി ഇത്തിരി പിണ്ണാക്ക് കൊടുത്ത സരസവോ പാല് വരും എന്ന് പറയുന്നത് പോലെ അതിങ്ങനെ വരണം. ആഴ്ചയിൽ 2000, 3000, 5000, 10,000, 20,000 ഒക്കെ വരുമ്പോ നമ്മൾക്ക് മറ്റുള്ള ആളുകളോട് എന്റെ ആഴ്ച വരുമാനം ഇത്രയാണ്, അല്ല എന്റെ മാസ വരുമാനം ഇത്രയാണ് എന്ന് കാണിച്ചു കൊടുത്ത് നമ്മളുടെ കാറ്, നമ്മളുടെ ലാപ്ടോപ്പ്, നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്, നമ്മൾ ആരാണ്, ഏത് റാങ്കിലെത്തി, നമ്മൾ വെച്ച വീടുകൾ, നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമ്പത്തുകൾ, ഇതെല്ലാം മറ്റുള്ള ആളുകൾ കാണിച്ചു കൊടുക്കണം. കാരണം എല്ലാ ആളുകൾക്കും നന്നായി ജീവിക്കാനുള്ള ആഗ്രഹമുണ്ട്. ആ ജീവിക്കാനുള്ള സാഹചര്യം മൈലേഴ്സ് മാർക്കറ്റിംഗിൽ ഉണ്ട് എന്ന് നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ആ ബ്രാൻഡ് ഉണ്ടാക്കി അവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ, അവരും കൂടെ നിങ്ങളെ കൂടെ നിർത്തുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറണം. അങ്ങനെ മാറുമ്പോഴാണ് ഈ പറയുന്ന ഡോക്യുമെന്റൽ ബിലീഫ് എന്ന് പറയുക. ഇപ്പൊ ശൈലേഷ് ബാലൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഡോക്യുമെന്റ് അപ്പൊ നിങ്ങൾ കാണിച്ചത്, ആ ഡോക്യുമെന്റ് കാണിച്ചെന്നില്ല ഇവിടെ നിന്ന് സംഭവിക്കും. ഉമർ ഉസ്താദ് പോലെ, നമ്മുടെ റഷീദ് സാറിനെ പോലത്തെ ആൾക്കാർക്ക് എന്നെ വാല്യൂ ഉണ്ടാവും. എന്നെ അറിയാത്ത ഒരാൾക്കും എന്നെ പറ്റി ഒരു വില ഉണ്ടാവില്ല. കാരണം എന്താണ്? ഞാൻ ആരാണ് എന്താണെന്ന് അറിയില്ല. നിങ്ങളെ പോലെ തന്നെയുള്ള ഒരാളാണ്. പകരം എന്റെ ഡോക്യുമെന്റ് ആണ് എനിക്ക് ഏത് തരത്തിലുള്ള വില നിങ്ങൾ തരണം, അല്ലെങ്കിൽ എത്ര ബഹുമാനം തരണം എന്നുള്ളത് ഞാനത് വാങ്ങിയെടുക്കുക. ഇത് ഈ ബിസിനസിന്റെ അകത്തൂടെ ഇങ്ങനെയല്ലാണ്ട് വെറുതെ ചെയ്യാനാവൂല. കാരണം എന്താണ്? ഒന്നും കാണിക്കാനില്ലാത്ത ബിസിനസിന്റെ പേരാണ് മൈലിസ്റ്റർ മാർക്കറ്റ്. അവിടെ നമ്മൾ കാണിക്കണം, നമ്മൾ തന്നെ ഇറങ്ങണം. എന്റെ കാറ്, എന്റെ വീട്, എന്റെ ലാപ്ടോപ്പ് എന്ന് പറയല്ലാണ്ട് വേറെ ഇതിനകത്ത് വേറെ ഒരു നിവൃത്തിയില്ല. അത് മനസ്സിലാക്കണം. ക്ലിയർ ആയോ? അതുകൊണ്ട് ഈ ബിസിനസിന്റെ അകത്ത് മറ്റുള്ള ആളുകൾ നിങ്ങളെ കളിയാക്കുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും നിങ്ങളൊക്കെ ഈ ബിസിനസിന്റെ അകത്ത് ഒന്നും ആവില്ല എന്ന് പറയുന്ന സമയത്ത് അവർ കുറ്റം പറയാനാവൂല. കാരണം എന്താണ്? ഒന്നും കാണിക്കാനില്ലാത്ത ബിസിനസിന്റെ അകത്ത് എന്ത് കാണിച്ചു കൊടുക്കാനാണ്? അതുകൊണ്ട് നിങ്ങൾ അവരോട് അപ്പോയിന്റ്മെന്റ് എടുത്ത് അവരായിട്ട് ഇരുന്ന് നിങ്ങളുടെ ഡോക്യുമെന്റുകളും നിങ്ങളെ അച്ചീവ്മെന്റ് നേടിയ നേട്ടങ്ങളും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ബ്രീഫായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അല്ലെങ്കിൽ ട്രെയിനിങ്ങിലോ മീറ്റിങ്ങിലോ കൊണ്ടുവന്നിരുത്തി നിങ്ങൾ ആരാണ് എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇതൊരു വെല്ലുവിളിയാണോ? വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളിക്കല്ലേ 2,10,000 രൂപ തരുന്നത്. ഇല്ലെങ്കിലും ആഴ്ച 10,000 കൊടുത്താൽ പോലെ. ക്ലിയറായോ? അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നതനുസരിച്ച് കൂലി കിട്ടുന്നതുകൊണ്ട് നോക്കിയാൽ മതി. ലോകത്തെ ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ കൊടുക്കുന്ന ഒരു കമ്പനിയുടെ പേരല്ലേ മൈലിസ്റ്റർ മാർക്കറ്റ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ചിന്തിക്കുന്നത്രേ ഉള്ളൂ, മാസം 7 ലക്ഷം രൂപ കിട്ടുന്ന ഒരു പണിയും എന്നെ സംബന്ധിച്ചിട്ടില്ല. എനിക്കതിന് അർഹതയില്ല. ക്ലിയർ ആയോ? പക്ഷെ എളുപ്പത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഈ ഡോക്യുമെന്റ് ആക്കി ഉണ്ടാക്കിയെടുത്തതിന്റെ ഭാഗം എനിക്കിത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പറയാൻ പോകുന്ന ഈ പറയുന്ന ഇന്റലക്ച്വൽ ബിലീഫ് എന്ന് പറഞ്ഞാൽ അറിവിനോടുള്ള വിശ്വാസം, എക്സ്പീരിയൻസ് ബിലീഫ് അനുഭവത്തിലുള്ള വിശ്വാസം, ഈ പറയുന്ന ഡോക്യുമെന്റൽ ബിലീഫ് അതായത് പ്രൂഫിലൂടെയുള്ള വിശ്വാസം, ഇത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ട്രെയിനിങ്, മീറ്റിംഗ്. അവിടെ നിന്ന് കിട്ടുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ മനസ്സിലാക്കുക. അതെന്ത് ചെയ്യുക? ഫീൽഡിൽ പോയി പ്രവർത്തിക്കുക. ഫീൽഡിൽ നിന്നാണ് നമ്മൾ ലീഡർ ആവും. ഫീൽഡിൽ പോകാത്ത ഒരാളും ലീഡർ ആവൂല. ക്ലിയർ ആയോ? അതുകൊണ്ട് എളുപ്പ വഴികളൊന്നുമില്ല. ഞാൻ എന്റെ ടീമിനെ ഫീൽഡ് പറഞ്ഞയച്ച് ഞാൻ ലീഡർ ആവാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ലീഡർ ആവൂല. അതുകൊണ്ട് ഫീൽഡിനെ ലീഡർ ഉണ്ടാവും. ലീഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നയിക്കാനുള്ള കഴിവ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള കഴിവ്, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനുള്ള കഴിവ്, ഇതൊക്കെയാണ് ലീഡർ എന്ന് പറയുക. ഈ ലീഡർഷിപ്പ് നമുക്ക് കുടുംബ ജീവിതത്തിൽ ലീഡർഷിപ്പ് വേണം. ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, അതിനകത്ത് ഏറ്റവും കൂടുതൽ ലീഡർ ആയിരിക്കേണ്ടത് നിങ്ങളാണ്.
ആ ഭർത്താവിന്റെ ആ ഉത്തരവാദിത്വത്തിലേക്ക് നമ്മൾ ഇന്നില്ലെങ്കിൽ ആ കുടുംബത്തിനകത്ത് തകർച്ച സംഭവിക്കും. അതേപോലെ തന്നെ മക്കളുടെ അച്ഛനായിട്ട് നമുക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ലെങ്കിൽ ആ കുടുംബ ജീവിതത്തിൽ തകർച്ച സംഭവിക്കും. നിങ്ങൾ ഏതെങ്കിലും ജോലി സ്ഥലത്ത് നിങ്ങൾ ലീഡർ ആകാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ആ ജോലി സ്ഥലത്ത് നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവനായി മാറും. ക്ലിയർ ആയോ? അപ്പൊ എല്ലാ മേഖലയിൽ ലീഡർഷിപ്പ് വേണം, അല്ലാണ്ട് മൈൽഡ് മാർക്കറ്റിംഗ് മാത്രമുള്ള സാധനമല്ല ലീഡർഷിപ്പ്. അതുകൊണ്ട് ഇതെന്തോ സ്ഥാനം തലയിൽ കെട്ടിവെക്കുന്ന പോലെ നിങ്ങൾക്ക് ഒരിക്കലും തോന്നരുത്. ആ ഉത്തരവാദത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ഏണിങ്സ് കൂടുന്നത്, ഈ പറയുന്ന വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ആ പരാജയ ഭീതി എടുത്ത് ഒഴിവാക്കുമ്പോഴാണ് നമ്മളെ ഉള്ളിലുള്ള കഴിവിനെ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ നമുക്ക് പറ്റുന്നത്. അതാണ് ലീഡർഷിപ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോ ഇതൊരു ബാറ്ററി ആണ് വിചാരിക്കുക, ഒരു ബാറ്ററി. അതുപോലെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? സ്വിച്ച് മോഡ്. ഇപ്പൊ ഉമ്മർ ഉസ്താദിന്റെ വീട്ടിൽ നിന്ന് ഉമ്മർ ഉസ്താദ് ആദ്യം രാവിലെ എഴുന്നേറ്റ് വേണം എന്താ ചെയ്തിട്ടുണ്ടാവുക? അദ്ദേഹത്തിന്റെ ബെഡ്റൂമിന്റെ അകത്തുള്ള സ്വിച്ച് ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ടാവും. ആ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് അതിനകത്തോടെ എനർജി പാസ് ചെയ്യും. അത് ലൈറ്റ് ആയിട്ടോ ഫാൻ ആയിട്ടോ കത്തിയിട്ടുണ്ടാവും. ക്ലിയറായോ? അതായത് ആദ്യം വേണ്ട സ്വിച്ച് മോഡ്. അപ്പോ ഒരു കാര്യം മനസ്സിലായി, ഇന്നത്തെ ഈ സൂം മീറ്റിങ്ങിനകത്ത് പങ്കെടുത്ത 387 ആളുകൾക്ക് സ്വിച്ച് ഇടാൻ അറിയാം. ക്ലിയറായോ? എന്ന് പറഞ്ഞാൽ മീറ്റിങ്ങിൽ വരാതെ, ഈ സൂം മീറ്റിങ്ങിൽ വരാതെ, ട്രെയിനിങ്ങിൽ വരാതെ, താമരശ്ശേരി മീറ്റിങ്ങിൽ പോകാതെ, അല്ലെങ്കിൽ തിരൂരോ മലപ്പുറം മീറ്റിങ്ങിൽ പോകാതെ, ഈ സ്വിച്ച് ഓൺ ചെയ്യാതെ ഒരാളെ രക്ഷപ്പെടുത്താൻ പടച്ചോൻ വരാൻ വിചാരിച്ച നടന്നത്. ക്ലിയർ ആയോ? അതുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങളുടെ ടീമിലുള്ള പല ആളുകളെ സ്വിച്ച് എവിടെ കിടക്കുന്നത്? പല ടീമിലുള്ള ആളുകളും ഇപ്പൊ ഐഡിയ അടിക്കുകയല്ലാണ്ട് ഇവരെ ഇതിനകത്ത് വരാതിരിക്കാനുള്ള കാരണം മനസ്സിലായേ? അവർക്ക് ഈ സ്വിച്ചും അറിഞ്ഞുകൂടാ, ഇത് ഇടാനുള്ള താല്പര്യവും ഇല്ല. ക്ലിയർ ആവുണ്ടോ? അതുകൊണ്ട് ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇതിനകത്ത് ഈ ബുദ്ധി നിങ്ങൾ ഉപയോഗിക്കണം. നിങ്ങൾ സ്വിച്ച് ഓൺ ആവണം. അതായത് എന്റെ ടീമിലുള്ള ആളുകളെ ഞാനൊരു മീറ്റിംഗിൽ പങ്കെടുപ്പിച്ചാൽ, ട്രെയിനിങ്ങിലേക്ക് എത്തിച്ചാൽ എന്തായിരിക്കും അവർക്ക് ഇതിനോടുള്ള അപ്രോച്ച് എന്ന് നിങ്ങൾ ബോധ്യപ്പെട്ട ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ വിളിച്ചിട്ട് ആൾക്കാർ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാനൊരു കഥ പറഞ്ഞുതരാം. ആടിനെ തോട് കടത്തുന്ന കഥയുടെ പേര് ആടിനെ തോട് കടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല ഇളം പുല്ലുണ്ട് നിങ്ങളെ വീടിന്റെ തൊട്ട മുന്നിൽ. പക്ഷെ ആ പുല്ലുള്ള സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നടുക്ക് വലിയൊരു തോടുണ്ട്. അതുകൊണ്ട് ആ തോട്ടിലൂടെ ആട് ഒരിക്കലും വരൂല. ഇനി അഥവാ വെള്ളത്തിൽ ഇറക്കുകയാണെങ്കിൽ ആട് ഇങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ആടിനെ നിങ്ങൾ ആ പുല്ല് തീറ്റിക്കണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പുഴയിൽ ആദ്യം നിങ്ങൾ ഇറങ്ങുക, കാല് നനയ്ക്കുക, എന്നിട്ട് ആടിനെ കുട്ടികൾ എടുക്കുന്ന പോലെ എടുക്കുക, എന്നിട്ട് മെല്ലെ ആ പറയുന്ന തോട് കടന്ന് അവിടെ വെച്ചു നോക്ക് ആ പുല്ലിനടുത്ത്. പിന്നെ എങ്ങളൊന്നും വേണ്ട, കയറും ധരിച്ചൊരു ഒറ്റ പോകം കൂടെ പോകും. അങ്ങനെ പോയി അതെന്ത് ചെയ്യും? ആ പുല്ലൊക്കെ തിന്ന് വയറൊക്കെ നിറഞ്ഞ് ആ ആട് ഞങ്ങൾ പിടിച്ച് തിരിച്ച് ആ പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ആ തോടിനടുത്ത് നിൽക്കുമ്പോ ഇതേ ആട് നേരത്തെ ചെയ്ത പോലെ ചെയ്യും. ഒരടി വെള്ളത്തിൽ ഇറങ്ങൂല. എന്നാൽ പിന്നെ ആ പുല്ല് തിന്നതിന് നന്ദിയെങ്കിലും ആട് കാണിക്കൂല. ക്ലിയർ ആയോ? അതുകൊണ്ട് എന്ത് ചെയ്യണം? വീണ്ടും നിങ്ങൾ ഇതിനകത്ത് ഇറങ്ങണം, വീണ്ടും ഇതിനെ എടുക്കണം. അതിനുശേഷം നിങ്ങൾ ഈ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഉഷാറായിട്ട് കൂട്ടി പോയിട്ട് നിന്നോളൂ. ക്ലിയർ ആയോ? ഇതിനാണ് ആടിനെ തോട് കടത്തുക എന്ന് പറയുന്നത്. എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ഈ ബിസിനസ്സിനകത്ത് ഐഡിയ അടിച്ചാൽ നിങ്ങൾ ആങ്ങളമാരാ, പെങ്ങന്മാരാ, അല്ലെങ്കിൽ കുടുംബക്കാരാ, സുഹൃത്തുക്കളാ, ഈ പറയുന്ന പച്ചപ്പുല്ലിന്റെ ഒരു ഗുണം മനസ്സിലാവുന്നവരെ, എന്ന് പറഞ്ഞാൽ വരുമാനം കിട്ടുന്നത് വരെ, ഈ ബിസിനസ്സിനകത്ത് വിജയിക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ടാകുന്നത് വരെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ആടിനെ തോട് കടന്ന് പണി ചെയ്യണം. ക്ലിയർ ആയോ? അതുകൊണ്ട് കുറച്ച് സമയം ഇതിനെ മാറ്റി വെക്കണം, കുറച്ച് ക്ഷമ ഇതിന് നിങ്ങൾ കാണിക്കണം. അങ്ങനെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണിക്കുകയാണെങ്കിൽ എത്രയോ മുട്ടനാട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആയോ? അങ്ങനെയാണ് പല മുട്ടനാടും ഇതിനകത്ത് വലിയ ലീഡർമാരായി മാറിയത് നിങ്ങൾ വിചാരിച്ചാൽ മതി. ക്ലിയർ ആയോ? ഓക്കെ, ആ പണി നമ്മൾ ചെയ്യണം. അതുകൊണ്ട് ഈ സ്വിച്ച് മോഡ് നമ്മൾ മറക്കരുത്. ഈ എനർജി മോഡ് നമുക്ക് എനർജി ഉണ്ടാക്കി കൊടുക്കണം. ആ ട്രെയിനിങ്ങിലും മീറ്റിങ്ങിലും വരുമ്പോഴാണ്. വർക്ക് മോഡ് എന്ന് പറഞ്ഞാൽ ആ പറയുന്ന ആളുകൾക്ക് ഉണ്ടായ വിശ്വാസത്തിന് അവർ ഉപയോഗിക്കുമ്പോഴാണ് ഈ പറയുന്ന വർക്ക് മോഡിലേക്ക് പോകും. അപ്പൊ 3 സ്വിച്ച് മറന്നു പോകുന്നത്. അപ്പൊ എന്റെ തലയ്ക്ക് എന്തിന്റെ കുറവാണ് ഇപ്പൊ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഏത് സ്വിച്ചിലാണ് നിൽക്കുന്നത് മനസ്സിലായിട്ടുണ്ടാവും. ചില ആൾക്കാർ സ്വിച്ച് ഇട്ടിട്ടുണ്ടാവില്ല, ചില ആൾക്കാർ ട്രെയിനിങ് പോകാത്തതുകൊണ്ട് എനർജി മോഡിൽ നിൽക്കുന്നുണ്ടാവില്ല, പിന്നെ ഫീൽഡ് പോകാത്തത് കൊണ്ട് വർക്ക് മോഡിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. ഈ 3 സ്വിച്ച് ഓൺ ആക്കാതെ ഒരുത്തരം പച്ച തൊടാത്ത ബിസിനസിന്റെ പേരാണ് മൈലേജ് മാർക്കറ്റ്. ക്ലിയർ ആയോ? എന്നോട് ഉമ്മർ ഉസ്താദിനെ ഞാൻ വിളിച്ചു. ഉമ്മർ ഉസ്താദിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഉമ്മർ ഉസ്താദ് എന്താണ് ഞാൻ സംസാരിക്കേണ്ടത്? സാറ് പച്ചയ്ക്ക് പറയണം, കാര്യങ്ങൾക്ക് വ്യക്തമായിട്ട് പറയണം. അതുകൊണ്ട് പണിയെടുക്കാൻ താല്പര്യമുള്ള ഒരു മറ്റും ആളുകൾ ഞങ്ങളുടെ ടീമിലുണ്ട്, അവരൊന്ന് ശരിയായി തരാൻ എന്നോട് പറഞ്ഞു. അപ്പൊ ഉമ്മർ ഉസ്താദിന് വേണ്ടി മാത്രമുള്ള ഒരു സെഷനാണ് ഇപ്പൊ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ്, അപ്പൊ നമ്മളുടെ കഴിവും നമ്മളുടെ പോരായ്മകളും നമ്മൾ തിരിച്ചറിയണം. കഴിവും പോരായ്മകളും. അപ്പൊ സ്ട്രെങ്ത് ഉണ്ടാവും. അപ്പൊ നിങ്ങളൊരു വെള്ള പേപ്പർ എടുത്തിട്ട് നിങ്ങളൊന്ന് എഴുതുക സ്ട്രെങ്ത്. നിങ്ങൾക്ക് നല്ല കോണ്ടാക്റ്റുകൾ ഉണ്ടോ? നിങ്ങളെ സ്ട്രെങ്ത് ആണ്. നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വിദ്യാഭ്യാസം ഉണ്ടോ? സ്ട്രെങ്ത് ആണ്. ഇനി വിദ്യാഭ്യാസം ഇല്ലേ? അതും സ്ട്രെങ്ത് ആയിട്ട് വേണേ കാണാം. ഇനി വീക്ക്നെസ് കണ്ടാലും കുഴപ്പമില്ല. ഓക്കെ, അതേപോലെ നല്ല കോണ്ടാക്റ്റുകൾ ഉണ്ടോ?
സ്ട്രെങ്ത് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ മലപ്പുറം എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ പേര് എഴുതുക, തിരൂരിൽ നിന്ന് എഴുതുക, താമരശ്ശേരി നിന്ന് എഴുതുക, കോഴിക്കോട് കണ്ണൂരിൽ നിന്ന് എഴുതുക, അങ്ങനെ എറണാകുളം നിന്ന് എഴുതുക, അങ്ങനെ വ്യത്യസ്തമായ സ്ഥലങ്ങൾ എഴുതുക. ആ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ലിസ്റ്റ് ഉണ്ടാക്കുക. ആ ലിസ്റ്റിലുള്ള ആളുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ആ പറയുന്ന ഓരോരോ സ്ഥലങ്ങളിലും ഇത്ര ആളുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ സ്ട്രെങ്ത് അല്ലേ? അത്രയും സ്ഥലങ്ങളിൽ എനിക്ക് കോൺടാക്ട് ഇല്ലേ? ക്ലിയർ ആയോ? അങ്ങനെ അതേമാതിരി മാർക്കറ്റ് സ്കിൽ ഉണ്ട്, അത് നിങ്ങളുടെ സ്ട്രെങ്ത് അല്ലേ? സംസാരിക്കാൻ അറിയാം, അത് സ്ട്രെങ്ത് അല്ലേ? ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? അല്ലെ കുറച്ച് ആൾക്കാർ ഇതിനകത്ത് പരിചയപ്പെടുത്താൻ അറിയാം, നിങ്ങളുടെ സ്ട്രെങ്ത് അല്ലേ? നിങ്ങൾക്ക് ഒരു ബൈക്ക് ഉണ്ട്, സ്ട്രെങ്ത് അല്ലേ? ഒരു കാർ ഉണ്ട്, സ്ട്രെങ്ത് അല്ലേ? ഒരു ലാപ്ടോപ്പ് ഉണ്ട്, സ്ട്രെങ്ത് അല്ലേ? അങ്ങനെയുള്ള നിങ്ങളുടെ കഴിവിനെ പറ്റി നിങ്ങൾ എഴുതുക. ഇതൊന്നും ഒരു തിരിച്ചറിവും വലിയ ആളുകൾക്ക് ഇല്ല. എന്തുകൊണ്ടാണ് അറിയോ? ഏതോ ഒരു സിനിമയിൽ, ബാലേട്ടൻ എന്ന സിനിമയിൽ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ പോകുന്നു? ഇങ്ങനെ പോകുന്നു, പിന്നെ അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് ക്ലിയർ ആയോ? അതായത് എന്താണ്, ഏതാണ്, എങ്ങോട്ടാണ് പോകേണ്ടത് ചോദിച്ചാൽ വ്യക്തമായ ഉത്തരങ്ങൾ ഒന്നുമില്ല. രാവിലെ നേരം വെളുക്കുന്നു, രാത്രി ഇരുടാവുന്നു, പിന്നെ നേരം വെളുക്കുന്നു, പിന്നെ ഇരുടാവുന്നു. ഇപ്പൊ എത്ര വയസ്സായി? 45 വയസ്സായി, 50 വയസ്സായി, 60 വയസ്സായി. ഇതെങ്ങനെയായി? എങ്ങനെയോ ആയി. ഇങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നല്ലല്ലോ ജീവിത ലക്ഷ്യം. ജീവിതത്തിനകത്ത് 5 കൊല്ലം കൊണ്ട്, 10 കൊല്ലം കൊണ്ട്, 15 കൊല്ലം കൊണ്ട് നമുക്ക് എവിടെ എത്തണം? നമ്മളെ മക്കളെ എത്രമാത്രം പ്രാപ്തരാക്കണം? ഇപ്പൊ എന്റെ മകള് ദിയാനന്ദ എന്ന് പറയുന്നത് എന്റെ മകളെ കൊല്ലം 8ാം ക്ലാസ്സിലേക്കാണ്. അവർക്ക് US സ്കോളർഷിപ്പ് കിട്ടി, ഞങ്ങളൊരു കേക്ക് കട്ട് ചെയ്തിരുന്നു. അപ്പൊ ഈ മകളെ പറ്റി എനിക്കൊരു ഒരു ഫ്യൂച്ചറെ പറ്റി ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആ മകൾക്ക് ഒരു കല്യാണ പ്രായമായ സമയത്ത്, ഇപ്പൊ എന്റെ ഒരു വയസ്സ് എന്ന് പറഞ്ഞാൽ 46 കഴിഞ്ഞ് 47ലേക്ക് വരുന്നു. അപ്പൊ എന്റെ ഈ പറയുന്ന പ്രായമായിട്ട് ബന്ധപ്പെട്ട് എന്റെ മകൾ ഒരു കല്യാണ പ്രായ സമയത്ത് ഒരു 15-10 കൊല്ലോട് കൂട്ടുക, ഒരു 10 കൊല്ലോട് കൂട്ടുക. ആ 10 കൊല്ലം കൂടി കഴിഞ്ഞ് 12 കൊല്ലോട് കഴിഞ്ഞ സമയത്ത് ഇപ്പൊ എനിക്കുള്ള 47, 10, 57, 57, 59 വയസ്സും. 59ാമത്തെ വയസ്സിൽ ആ മകളുടെ കല്യാണ പന്തലിൽ എങ്ങനെ നിൽക്കണം എന്ന് ഇപ്പൊ ഞാൻ കാണണം. അതുകൊണ്ട് എന്റെ ആരോഗ്യത്തെ പറ്റിയും എന്റെ സമ്പത്തിനെ പറ്റിയും ഞാൻ എപ്പോഴേ ചിന്തിച്ചു തുടങ്ങണം. ക്ലിയർ ആയോ? അതേപോലെ നിങ്ങൾ ഉപ്പയാണല്ലോ, നിങ്ങളുടെ അതേമാതിരി ഉമ്മയാണല്ലോ. പല ആളുകൾ ഇന്നത്തെ മീറ്റിംഗിൽ ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഈ ചിന്തയുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ വാക്കുകൾ മനസ്സിലായില്ലേ? എങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു, അങ്ങനെ പോട്ടെ. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള ഒരു ജീവിതമാണോ നമ്മൾ കുടുംബത്തോട് കാണിക്കേണ്ടത്? അല്ലെ കുറച്ചുകൂടി ഉത്തരവാദിത്തമാണോ നമ്മൾ കാണിക്കേണ്ടത്? അപ്പൊ നമ്മുടെ സ്ട്രെങ്ത്തിനെയും നമ്മുടെ വീക്ക്നെസ്സിനെയും നമ്മൾ തിരിച്ചറിഞ്ഞ് ആ വീക്ക്നെസ്സിനെ സ്ട്രെങ്ത് ആക്കാനുള്ള ഒരു പണി നമ്മൾ ചെയ്യണ്ടേ? അപ്പൊ ഇത് മൈലേസ്റ്റർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വെറുതെ കച്ചവടം ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തോട് കാണിക്കുന്ന ഉത്തരവാദിത്തമാണോ? ആ സ്വന്തം ജീവിതത്തോട് കാണിക്കുന്ന ഉത്തരവാദിത്തം കാണിച്ചാൽ രക്ഷപ്പെടുന്ന ബിസിനസിന്റെ പേരല്ലേ മൈലേസ്റ്റർ മാർക്കറ്റിംഗ്. അതുകൊണ്ട് ബിസിനസ്സിൽ സീരിയസ് ആവുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിങ്ങളുടെ കുടുംബത്തിൽ സീരിയസ് ആവുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി നിങ്ങൾ സീരിയസ് ആവുക. അങ്ങനെ സീരിയസ് ആയാൽ എളുപ്പത്തിൽ വിജയിക്കാൻ പറ്റും. ഞാൻ എന്റെ കുടുംബത്തിനോട് ഞാൻ കാണിക്കുന്ന ഒരു ആത്മാർത്ഥത, ഒരു സീരിയസ് അപ്രോച്ചാണ് എന്നെ ബിസിനസ്സുകാരാക്കി വളർത്തിയത്. ഈ ബിസിനസ് അല്ല, എല്ലാ ബിസിനസ് അങ്ങനെയാണ്. സ്വന്തം കുടുംബം നന്നാക്കണം തീരുമാനിച്ച ബിസിനസ് നന്നായി, കുടുംബം മോശമാണെന്ന് തീരുമാനിച്ചാൽ ബിസിനസ് മോശമായി, അല്ലെ കുടുംബത്തിന് മറന്നാൽ ബിസിനസ് മോശമായി. അതെല്ലാ മേഖലയിലും എങ്ങനെയാ, തൊഴിൽ മേഖലയിലൊക്കെ അങ്ങനെയാണ്. കാരണം തൊഴിലിലൂടെയാണ് നമുക്ക് ഏണിങ്സ് ഉണ്ടാവുന്നത്. ആ ഏണിങ്സ് ആണ് നമ്മുടെ കുടുംബത്തിന് അസറ്റ് ആക്കി നമ്മൾ മാറ്റേണ്ടത്. അതുകൊണ്ട് മൈലേസ്റ്റർ മാർക്കറ്റ് നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആയ നിലപാടുകൾ, അതേപോലത്തെ ഉത്തരവാദിത്ത ബോധത്തിന്റെ അകത്ത് നമ്മൾ ഒഴിഞ്ഞു മാറുന്നതിന് പകരം അതൊക്കെ ഏറ്റെടുത്ത് നമ്മൾ പോകണം. അതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ബിസിനസ്സിനകത്ത് എളുപ്പത്തിൽ വിജയിക്കണമെങ്കിൽ ഒരു കീകളെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താണ്? യുവർ നീഡ്, നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളെ കണ്ടെത്തണം. ക്ലിയർ ആയോ? അതേമാതിരി സ്വപ്നങ്ങൾക്ക് പുറകെ നിങ്ങൾ ഡ്രൈവ് ചെയ്യണം. സ്വപ്നങ്ങളും ആവശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തണം. ആഗ്രഹമുള്ളത് വാങ്ങലാണ് ജീവിതം, കിട്ടുന്നത് വാങ്ങലല്ല ജീവിതം. ആഗ്രഹമുള്ളത് വാങ്ങലാണ് ജീവിതം, കിട്ടുന്നത് വാങ്ങലല്ല ജീവിതം. ഇതൊരു ഞാനൊരു മീറ്റിംഗ് പറഞ്ഞു. ഞാൻ മീറ്റിംഗ് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ ഇന്ന് ഒരു ഷർട്ട് വാങ്ങാൻ പോയി, ആ ഷർട്ടിന് 3500 രൂപയാണ് ആ ഷർട്ടിന്റെ വില നിങ്ങൾ കാണുന്നത്. പക്ഷെ നിങ്ങൾ വിചാരിച്ച 1000 രൂപ കിട്ടുന്നതാണ്. ക്ലിയർ ആയോ? അപ്പൊ ആഗ്രഹമുള്ളത് വാങ്ങലാണ് ജീവിതം, കിട്ടുന്ന വാങ്ങലല്ല ജീവിതം. അപ്പൊ ആഗ്രഹിച്ച് വാങ്ങാൻ പറ്റിയില്ല. എന്തുകൊണ്ട്? പൈസ ഇല്ലാത്തതുകൊണ്ട്. ഒരു നല്ലൊരു ഫുഡ് കഴിക്കണം വിചാരിച്ച ആ ഫുഡിന്റെ മെനു നോക്കുന്ന സമയത്ത് 350 രൂപ ആണ് വരുന്നത്. നമ്മൾ വിചാരിച്ച് 100 രൂപയ്ക്ക് കിട്ടുന്നു. അപ്പൊ ആഗ്രഹിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല, ആഗ്രഹിച്ച് വസ്ത്രം വാങ്ങാൻ പറ്റിയില്ല, ആഗ്രഹിച്ച് വീട് വെക്കാൻ പറ്റില്ല, ആഗ്രഹിച്ച രീതിയിൽ മക്കളെ വളർത്താൻ പറ്റില്ല. എല്ലാത്തിനും തടസ്സം പണമെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ആഗ്രഹമുള്ളത് വാങ്ങലാണ് ജീവിതം, കിട്ടുന്ന വാങ്ങലല്ല ജീവിതം. ആഗ്രഹിച്ച് വാങ്ങണമെങ്കിൽ പണം ഉണ്ടാക്കണം. ഇത് ഞാനൊരു മീറ്റിംഗ് പറഞ്ഞു. ആ മീറ്റിംഗ് പറഞ്ഞ സമയത്ത് ഒരാൾ എഴുന്നേറ്റ് എന്നോട് പറഞ്ഞു, സാറ് പറഞ്ഞത് 100% ശരിയാണ്, ആഗ്രഹമുള്ളത് വാങ്ങലാണ്, കിട്ടുന്ന വാങ്ങലല്ല ജീവിതം. ഞാൻ ചോദിച്ചു, സാറ് എന്തെങ്കിലും അങ്ങനെ പറയാൻ കാരണം? സാറേ, ഞാൻ ആഗ്രഹിച്ച ഭാര്യനല്ല കല്യാണം കഴിച്ചത്, കിട്ടിയ ഭാര്യനാണ് കല്യാണം കഴിച്ചത്. അയാൾ എന്നോട് പറഞ്ഞതാണ്. അതോ ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ? പരിഹാരമില്ലല്ലോ. ഇത് പള്ളി തുറക്കുന്ന പോലെ, അമ്പലം തുറക്കുന്ന പോലെ ഒറ്റത്തോണ വേണ്ട മാത്രമല്ല വിവാഹ ജീവിതം. ഞാൻ പറഞ്ഞ അതല്ല. ആഗ്രഹമുള്ളത് വാങ്ങലാണ് ജീവിതം, കിട്ടുന്നത് വാങ്ങലല്ല ജീവിതം. എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ച കാറ്, ആഗ്രഹിച്ച വീട്, ആഗ്രഹിച്ച യാത്ര, ആഗ്രഹിച്ച രീതിയിൽ മക്കളെ പഠിപ്പിക്കുന്നത്, ഇതൊക്കെ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മാത്രമുള്ള ബിസിനസ്സാണ് മൈലേസ്റ്റർ മാർക്കറ്റിംഗ്. അതങ്ങ് തീരുമാനിച്ചാൽ പോരെ, അതങ്ങ് ഉറച്ചു നിന്നാൽ പോരെ, കാര്യങ്ങൾ എളുപ്പമായില്ലേ? ഓക്കെ, നോക്കൂ, എഴുതുകയാണെങ്കിൽ 100% എഫേർട്ട് ഉണ്ട്. എന്തുകൊണ്ടാണ് ആൾക്കാർ എഫേർട്ട് പറയാനുള്ള കാരണം? നേരത്തെ പറഞ്ഞ ഒന്നുമില്ല, എന്തില്ല, അവനവന്റെ സ്ട്രെങ്ത്തിനെ പറ്റി അവനൊരു തിരിച്ചറിവില്ല, അവന്റെ പോരായ്മകളെ സ്ട്രെങ്ത് ആക്കണം എന്നുള്ള ഒരു തിരിച്ചറിവില്ല, അതേപോലെ തന്നെ ആവശ്യങ്ങളില്ല,
സ്വപ്നങ്ങളില്ല. ഈ പറയുന്ന ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ നാളെ പോയിട്ട് ലക്ഷാധിപതിയും കോടീശ്വരനാകാൻ വേണ്ടിയിട്ട് മൈലേസ് മാർക്കറ്റിൽ പണിയെടുക്കും. അപ്പൊ എവിടെയാണ് ആളുകളെ എഫേർട്ട് കുറയ്ക്കാനുള്ള കാരണം മനസ്സിലായത്? അവന് ട്രെയിൻഡ് അല്ല. ആ പറയുന്ന ആൾക്ക് ഇതിനെപ്പറ്റി ഒരു തിരിച്ചറിവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആടിനെ പുല്ല് തിരിക്കുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, അത്തരം ആളുകൾ നിങ്ങളുടെ ടീമിന് ആവശ്യക്കാരാണ് നിങ്ങൾക്ക് തോന്നുന്ന ആളുകളായാലും നിങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടാവുക. രക്ഷപ്പെടണം ആഗ്രഹമുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് തിരിച്ചറിവില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? ട്രെയിനിങ് ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ അത്തരം ട്രെയിനിങ്ങിനകത്തും മീറ്റിങ്ങിനകത്തും കൊണ്ടുവന്ന് ഇരുത്താനുള്ള ഒരു സാമാന്യ ബുദ്ധി നിങ്ങൾ കാണിച്ചാൽ അവരുടെ എഫേർട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ തുടങ്ങില്ലേ? അവരുടെ കോണ്ടാക്ട് തിരിച്ചു കിട്ടാൻ തുടങ്ങിയില്ലേ? അപ്പൊ നിങ്ങളുടെ എഫേർട്ട് കൊണ്ടും അവരുടെ കോണ്ടാക്ട് കൊണ്ടും നിങ്ങൾക്ക് എളുപ്പത്തിൽ രക്ഷപ്പെടാൻ പറ്റൂലേ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സൈൻ ബോർഡിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? അപ്പൊ നിങ്ങൾ പോകുന്നത് ഏത് റൂട്ടിലാണ് നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടെങ്കിൽ നിങ്ങൾ അവരെ അതേ റൂട്ടിലൂടെ നയിക്കാനുള്ള ഒരു കാര്യപ്രാപ്തി നിങ്ങൾക്ക് ഉണ്ടാവൂലേ? സത്യത്തിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അപാരമായ ബുദ്ധി കൊണ്ടാണോ മൈലേഷ് പോലെ രക്ഷപ്പെടുന്നത്, അല്ലെങ്കിൽ സാമാന്യമില്ല കോമൺ സെൻസ് കൊണ്ടാണോ? ആ കോമൺ സെൻസ് അല്ലേ ഇപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് പോകേണ്ട റൂട്ടല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പോകുന്ന റൂട്ട് കറക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ ടീമിനെയും അതേ റൂട്ടിലൂടെ നിങ്ങൾ നയിക്കുക. ക്ലിയർ ആയോ? അവിടെ ഇടപെട്ട് ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, നിങ്ങൾ നോക്കൂ, ഇതൊന്നും നിങ്ങൾ ആരും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗ്രൂപ്പിൽ ഇട്ടരുത്. എന്നോട് സ്വല്പം സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യരുത്. ഓക്കെ, ഇത് കഥകളാ. ഞാനൊക്കെ ഇങ്ങനെ ആയി വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്കൊക്കെ വിചാരിക്കുക എന്താണ്, സാറ് നേരത്തെ വന്നു, ബെല്ലി സാറിന്റെ ഒക്കെ കഴിവ് കൊണ്ട് രക്ഷപ്പെട്ടു, അത് കറക്റ്റായ രീതിയിൽ വന്നു, അപ്പൊ ഇതിന്റെ കൂടെ നിന്ന് കൊടുത്തു, ശൈലേഷ് ബാറിന്റെ ലോട്ടറി അടിച്ചു, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു ലോകം നമുക്ക് ഉണ്ടായിരുന്നു 2018, 2015, 18 കാലഘട്ടത്തിൽ. എന്താണെന്നറിയോ? കേരളത്തിൽ ഒറ്റ ഓഫീസ് പോലും ഇല്ല. അപ്പൊ 350, 400 ഇപ്പൊ നിങ്ങൾ സൂമിറ്റിരിക്കുന്ന സമയമുണ്ടല്ലേ, 6 മണിക്ക് പല ആൾക്കാരെ കണ്ണുനുള്ളിൽ പൊളിച്ചല്ലേ ഇരുന്നത്. 5 മണിക്ക് ഞങ്ങൾ എഴുന്നേറ്റ് ട്രെയിനും കയറി മംഗലാപുരത്ത് പോകുന്ന ആലോചിച്ച് നോക്കിയിരുന്നു. ക്ലിയർ ആയോ? അവിടുന്ന് ആൾക്കാരുടെ പൈസയൊക്കെ വാങ്ങി അങ്ങനെ മംഗലാപുരത്ത് പോയി ആ പ്രൊഡക്റ്റ് എടുത്ത് ആദ്യം പോയത് 25,000 4 ആൾക്കാരാ. പിന്നെ 2 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് എടുക്കാൻ പോകുന്ന ഒരാളാണ്. ക്ലിയർ ആയോ? അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഞാൻ പോയി ആ ട്രെയിന് കൃത്യമായിട്ട്, ആ ട്രെയിന് 2 മണിക്കൂർ ട്രെയിൻ ഉണ്ട്, ആ ട്രെയിൻ മിസ്സായി. കാരണം അവിടെ തിരക്കായി പോയി. പിന്നെയുള്ള 4:30 മണിക്ക്. അങ്ങനെ റെയിൽവേ സ്റ്റേഷന്റെ സൈഡിൽ ആ നമ്മുടെ ബോക്സ് അട്ടിക്കിട്ട് അവിടുന്ന് രാവിലെ പൊലച്ചയ്ക്ക് എഴുന്നേറ്റ് പോയി ശൈലേഷ് ബാലൻ ചോറ് തിന്നിട്ടില്ല, ചായ കുടിച്ചിട്ടില്ല, അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഈ പറയുന്ന വെള്ളം കുടിച്ചിട്ടില്ല, ഉറക്ക ക്ഷീണമുണ്ട്. അങ്ങനെ അവിടെ കിടന്ന് ഉറക്കുന്ന സമയത്ത് എന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എടുത്തതാ, സാറേ നാളെ നിങ്ങൾ വലിയ കോടീശ്വരനാവുന്ന സമയത്ത് ഇത് നമുക്ക് ആൾക്കാരെ കാണിക്കുക. അവന്റെ നാവ് പൊന്നായി. ക്ലിയറായോ? ഇതൊക്കെ എനിക്ക് കാണിച്ചു തരാനുള്ളൂ. സാറ് എങ്ങനെയാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട് ഇതിന്റെ പിന്നിൽ. നിങ്ങൾ ആരും ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ കിടക്കണ്ട. നിങ്ങൾക്ക് ഇപ്പൊ കോഴിക്കോട് പോയാലും അല്ലെങ്കിൽ അടൂരിൽ വന്നാലും നിങ്ങൾക്ക് സ്വിച്ച് ഇട്ടാൽ ബൾബ് കത്തുന്ന പോലെ സ്പോട്ടിൽ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പ്രൊഡക്റ്റ് എടുത്തുകൊണ്ടുപോകുന്ന നിങ്ങളൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചിട്ടാണ് കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ വലിയ ലെവലിലായത്. തിരക്ക സംഭാഷണ സംവിധാനം മാനേന്ദ്രൻ നിങ്ങൾ കാണല്ലേ, സിനിമേന്റെ ഇത് എല്ലാ പണിയും നമ്മൾ തന്നെയായിരുന്നു. സൂട്ടിട്ട് നമ്മൾ തന്നെ ട്രെയിനിലേക്ക് പോകല്, നമ്മൾ തന്നെ നിലത്ത് കിടക്കൽ, നമ്മൾ തന്നെ എല്ലാം നമ്മൾ ഒരാളായിരുന്നു. കുമ്പിടി സ്വാമിനെ പോലെയായിരുന്നു. അവിടെ നോക്കിയാൽ കാണാം, ഇവിടെ നോക്കിയാൽ കാണാം, എല്ലാ സ്ഥലത്തും നോക്കിയാൽ കാണാം. ക്ലിയർ ആയോ? ഇപ്പൊ ഇതൊക്കെ ഏറ്റെടുക്കാനും നിങ്ങളെ പഠിപ്പിക്കാനും പ്രാപ്തരായ ആളുകൾ ഇഷ്ടംപോലെ നമ്മൾക്കുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് നോ പെയിൻ നോ ഗെയിൻ എന്ന് പറഞ്ഞാൽ വേദന ഇല്ലാതെ നേട്ടങ്ങളില്ല. അപ്പൊ വേദന ഇല്ലാത്തത് കൊണ്ട് നേട്ടങ്ങൾ കിട്ടില്ല നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇപ്പൊ അപാരമായ വേദന നിങ്ങൾ സഹിക്കണ്ട. ക്ലിയർ ആയോ? പകരം ഈ മീറ്റിങ്ങിനകത്തോ ട്രെയിനിങ്ങിനകത്തോ ക്ഷമയോടുകൂടി ഇരുന്ന് കാര്യങ്ങളൊക്കെ പഠിച്ച് ഇതിനെ കുറച്ച് യാത്രകൾ, കുറച്ച് സമയമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് വേദനയെങ്കിലും ഞാൻ അനുഭവിക്കുന്നുണ്ടൊരു തോന്നലെങ്കിലും നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കണം. അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പാടൊക്കെ മാനസികമായിട്ട് അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനസിക നിലവാരത്തിലേക്ക് നമ്മൾ മാറണം. ലക്ഷാധിപതി കോടീശ്വരനാവുന്നത് ഇങ്ങനെയാണ്. എളുപ്പത്തിൽ എന്ത് കിട്ടിയാലും അത് നിലനിൽക്കൂല, കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ നിലനിൽക്കും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ? ഓക്കെ, അതൊക്കെ നിങ്ങൾ ഇതിന്റെ അകത്തൊന്ന് പ്രവർത്തിച്ചു നോക്കും. ഓക്കെ, ഞാൻ ഒരു വീഡിയോ കാണിച്ചു. ഒരു വീഡിയോ ഋഷി സാറേ, എന്റെ ട്രെയിനിങ് ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതുകൊണ്ട് രാവിലെ ഓക്കെ, ഞാനൊരു വീഡിയോ കാണിച്ചില്ല. ഈ വീഡിയോന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വീടില്ലാത്തൊരു കുട്ടിയാ, റോഡ് സൈഡിലുള്ള ഒരു ഷെഡിലാണ് ആ കുട്ടി എന്ത് ചെയ്യുന്നത്, താമസിക്കുന്നത്. അപ്പൊ അതിന്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, നാടോടികളാണ്, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ശക്തമായ കാറ്റടിക്കുന്ന സമയത്ത് അവന് എന്നും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന അവന്റെ കസേര, പ്ലാസ്റ്റിക് ചെയർ, അതിങ്ങനെ നീങ്ങി പോകുന്നുണ്ട്. അതേപോലെ തന്നെ അവന്റെ ഷെൽട്ടർ, അഭയകേന്ദ്രമായ ആ ടാർപോളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടുന്ന് പറന്നു പോകാൻ നോക്കുക. അപ്പോ അമ്മയ്ക്കാവുന്ന പോലെ അമ്മ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അമ്മയും മോനും മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പൊ ഈ കൊച്ചു കുട്ടി ചെയ്യുന്ന ഒരു കാര്യം എന്താ അറിയോ? അതായത് ഇവൻ ആ കാറ്റ് അടിച്ചു കൊണ്ടുപോകും, ചിലപ്പോ പറപ്പിച്ച് വേറെ കൊണ്ട് സ്ഥലം ഇട്ടു, അതൊന്നും അവൻ ചിന്തിക്കുന്നില്ല. ഇവൻ ആ ടാർപോളി പിടിച്ചിട്ട് അവന്റെ വീട് പോകാതിരിക്കാനുള്ള ഒരു പണി കാണുന്നത്.
അത് ആ സമയത്താണ് ഇവന്റെ ചെയർ, ഭക്ഷണം കഴിക്കുന്ന ചെയർ നീക്കുന്നത്. അപ്പൊ ഇത് വിട്ടിട്ട് അവൻ അങ്ങോട്ട് പോവുകയും ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കാണും. നോക്കിക്കോ. ഹലോ, കാര്യം മനസ്സിലായില്ലേ? അതായത് ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത ആ കുഞ്ഞു പയ്യൻ അവന്റെ ഉത്തരവാദിത്വം ചെയ്ത് കണ്ടോ? സത്യത്തിൽ നമുക്ക് മെച്യൂരിറ്റി കൂടിയല്ലേ ഉത്തരവാദിത്വം ഒഴിഞ്ഞേക്കാനുള്ള കാരണം? നമ്മൾ അതിന്റെ പോരായ്മകളെ പറ്റി മാത്രമല്ലേ ചിന്തിക്കുന്നത്. ഇതിന്റെ കൂടെ നിന്നാൽ രണ്ടാൾക്കാർ ബിസിനസ് പരിചയപ്പെടുത്തിയാൽ ഓനെ കൊണ്ട് മീറ്റിംഗ് പോകണം, അവരുടെ കൂടെ ഫോളോ അപ്പിൽ പോകണം. ഹലോ, അത് നമുക്കൊരു കുരിശാവാൻ സാധ്യതയുണ്ട്. ലക്ഷങ്ങളും കോടികളൊക്കെ നമുക്ക് വേണം, പക്ഷെ കൂടെ വരുന്ന ആൾക്കാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല. ഹലോ, അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ മെച്യൂരിറ്റി ഇങ്ങനെ തടസ്സമായി തോന്നുന്നുണ്ടെങ്കിൽ, മെച്യൂരിറ്റി, ഞാൻ പറയുന്ന വാക്ക് അടിവരയിട്ട് കേൾക്കണേ, മെച്യൂരിറ്റി തടസ്സമായി തോന്നുന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഈ ഇമേജ് തടസ്സമായി തോന്നുന്നുണ്ടെങ്കിൽ, തൽക്കാലം ഒരു 5 കൊല്ലങ്ങളൊക്കെ മാറ്റി വെച്ചാൽ കോടീശ്വരനാകുന്ന ബിസിനസിന്റെ പേരാണ് മൈലേജ് സ്റ്റോക്ക് മാർക്കറ്റ്. ക്ലിയർ ആയോ? അതാണ് നമ്മുടെ തടസ്സം. ആ സാധനം ഒന്ന് താവട്ട് ഇറക്കിയാൽ എല്ലാം റെഡിയായി. ക്ലിയർ ആയോ? അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ആ മെച്യൂരിറ്റി, ആ ലെവലിൽ നിന്ന് നമുക്ക് പലതും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതങ്ങോട്ട് താവട്ട് ഇറക്കുക, പകരം ഉത്തരവാദിത്തത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് കയറുക. ഓക്കെ, അപ്പൊ ട്രേഡിംഗ് ഈസ് കീ ടു സക്സസ്. നിങ്ങൾക്ക് പണ്ട് കാലത്ത് നിങ്ങൾക്ക് സ്ട്രീറ്റ് ലൈറ്റ് ആയിരുന്നു നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ള ഏറ്റവും നല്ല എളുപ്പമാർഗം. അതുകൊണ്ട് ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉള്ള സ്ഥലത്ത് എത്തിയാൽ നമുക്ക് ധൈര്യമായി നടന്നു പോകായിരുന്നു. അങ്ങനെ ഊട് വഴിയിലൂടെ ഡോർത്തൊക്കെ അടിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ വിളിച്ചൊല്ലിപ്പോ പോവുക. ഒരു സ്ട്രീറ്റ് ആയിട്ട് ലൈറ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞ് ഒരു 100 മീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത സ്ട്രീറ്റ് ആയിട്ട് വരും. അതുകൊണ്ട് സ്ട്രീറ്റ് ലൈറ്റിന്റെ അടുത്ത് നിൽക്കുന്ന ഞാനാണെങ്കിൽ എന്റെ തലയ്ക്ക് മുകളിൽ വെളിച്ചമുള്ളതുകൊണ്ട് ഞാൻ നന്നായിട്ട് തെളിഞ്ഞ് കാണും. പക്ഷെ അതിൽ നിന്ന് ഞാൻ ആ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ ഇരുട്ടത്തേക്ക് പോകും, ഞാൻ നിന്ന് ഈ പറയുന്ന ഇരുട്ടിലേക്ക് പോകും, എന്റെ തെളിമ നഷ്ടപ്പെട്ടു തുടങ്ങും. അതേപോലെ ട്രെയിനിങ്ങിനകത്തും മീറ്റിങ്ങിനകത്തും വരുന്ന ആൾക്കാരൊക്കെ സ്ട്രീറ്റ് ലൈറ്റിന് താഴെ ഇരിക്കുന്ന ആൾക്കാരാണ്. ഇന്ന് എല്ലാവരും ട്യൂബ് ലൈറ്റ് പോലെ കത്താൻ തുടങ്ങിയിട്ടുണ്ട്. ക്ലിയർ ആയോ? പക്ഷെ നിങ്ങൾ ഈ മീറ്റിങ്ങിനകത്തും അല്ലെ ട്രെയിനിങ്ങിനകത്തും പങ്കെടുത്തില്ലെങ്കിൽ നിങ്ങൾ എവിടെ ഉണ്ടാവും? ഇരുട്ടത്ത് നിൽക്കുന്ന പോലെ ഉണ്ടാവും. അതേപോലെ ഫീൽഡിലേക്ക് പോകുന്ന സമയത്ത് നെഗറ്റീവായ കാര്യങ്ങൾ, റിജക്ഷൻസ്, അല്ലെങ്കിൽ നമ്മളുടെ അളിയന്മാര്, ആങ്ങളമാര്, അല്ലെ കുടുംബക്കാര്, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ നമ്മളെ കണ്ട ഓടുന്നത്, അല്ലെങ്കിൽ നമ്മളോട് നോ പറയുന്നത്, ഇതൊക്കെ നമ്മളെ ഇരുട്ടിലേക്ക് തള്ളിയിടുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. എന്ന് പറഞ്ഞാൽ ചാർജ് ഓട്ടോമാറ്റിക്കലി പോയിക്കൊണ്ടിരിക്കും. ക്ലിയർ ആവുണ്ടല്ലോ? അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ സ്വിച്ച് മോഡ് എപ്പോഴും വർക്ക് ചെയ്യണം, എനർജി മോഡ് എപ്പോഴും പാസ് ചെയ്തുകൊണ്ടിരിക്കണം, വർക്ക് മോഡ് എപ്പോഴും ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ട്രെയിനിങ്ങിന്റെ അകത്ത് ഇന്നത്തെ ട്രെയിനിങ് ഗംഭീരായിരുന്നു. നാളെ നിങ്ങൾ ട്രെയിനിങ് കയറുന്നില്ല, നിങ്ങൾ എങ്ങോട്ട് പോകും? ഇരുട്ടിലേക്ക് പോകും. അതുകൊണ്ട് റിപ്പീറ്റഡായി ഇത് ചെയ്തുകൊണ്ടിരിക്കണം. എനിക്ക് തന്നെ ഇന്നത്തെ ട്രെയിനിങ്ങിൽ വന്ന് പങ്കെടുക്കുമ്പോൾ നല്ല എനർജി കിട്ടുന്നുണ്ട്. ഞാൻ നാളെ ഏതെങ്കിലും സ്ഥലത്ത് ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് എനർജി കിട്ടുന്നത്, അല്ലെങ്കിൽ ട്രെയിനിങ് പങ്കെടുക്കുന്ന സമയത്ത് എനർജി കിട്ടുന്നുണ്ട്. ക്ലിയർ ആവണ്ടല്ലോ? അതുകൊണ്ട് ഇതൊരിക്കലും മറന്നു പോകരുത്. ട്രെയിനിങ് ഈസ് ലൈക്ക് എ സ്ട്രീറ്റ് ലൈറ്റ് പോലെയാണ് ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന വ്യക്തി എന്ന് നിങ്ങൾ എപ്പോഴും തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, അതേപോലെ ഈ ബിസിനസ്സിനകത്ത് കാര്യം മനസ്സിലായാൽ, ബിസിനസ് ആണെന്ന് മനസ്സിലായാൽ, വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മനസ്സിലായാൽ, നല്ല ആരോഗ്യം കിട്ടുന്നു മനസ്സിലായാൽ, നല്ല വരുമാനം കിട്ടുന്നു മനസ്സിലായാൽ, നല്ല പ്രൊഫഷൻ ആണെന്ന് മനസ്സിലായാൽ, പിന്നെ നമ്മൾ ഒരിക്കലും നിൽക്കാൻ പാടില്ലാത്ത ഒരു ക്യൂ ആണ് കംപ്ലൈൻസിന്റെ ക്യൂ. കാരണം എന്താണ്? ഇത് നിങ്ങളുടെ സ്വന്തം ബിസിനസ് ആണ്. അപ്പൊ അപ്ലൈന്റെ ബിസിനസ് ആയതുകൊണ്ടല്ലോ അപ്പൊ കംപ്ലൈന്റ് പറയാൻ പോകുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ സ്വന്തം ബിസിനസ് കാര്യം മനസ്സിലായാൽ, ഈ ബിസിനസിന്റെ അകത്ത് കാര്യം മനസ്സിലായാൽ നിങ്ങളെ കംപ്ലൈന്റ് ക്യൂവിൽ നിൽക്കരുത്. പകരം എന്ത് ചെയ്യണം? വലത് ഭാഗത്ത് നന്ദിയുടെ ക്യൂവിൽ നിൽക്കണം. ക്ലിയർ ആയോ? നന്ദി ഒരു മനുഷ്യന് സമ്പത്ത് തരും, നന്ദി ഇല്ലായ്മ ഒരു മനുഷ്യന് ദാരിദ്ര്യം തരും. ആ ദൈവത്തിന്റെ വചനമാണല്ലോ, നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയ കാര്യമാണല്ലോ. ക്ലിയർ ആയോ? അതുകൊണ്ട് ചെറിയ കുട്ടികൾ എന്ത് തെറ്റ് കാണിച്ചാലും കുട്ടികൾക്ക് അറിയാത്തോണ്ടല്ലേ. അതുകൊണ്ട് അതിനകത്ത് നന്ദി കടയുമ്പോൾ കാണാൻ പറ്റുമോ? കാണാൻ പറ്റൂല. ക്ലിയർ ആയോ? അവർ പറയുന്ന കംപ്ലൈന്റുകൾ ആ അറിവില്ലായ്മ കൊണ്ടാണ്, തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ഇത് മനസ്സിലായ ആൾക്കാർ കംപ്ലൈന്റ് പറഞ്ഞ് അങ്ങനെ ഇരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ ബിസിനസിനെ പറ്റി ഇത്തരം ട്രെയിനിങ്ങിനകത്ത്, മീറ്റിങ്ങിനകത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലൈന്റും പറയാതെ ഒരുമിച്ച് അങ്ങോട്ട് പണിയെടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ വിജയിക്കാൻ പറ്റുന്ന ബിസിനസിന്റെ പേരാണ് മൈലേജ് സ്റ്റോക്ക് മാർക്കറ്റ്. ഇതൊരിക്കലും മറന്നു പോകരുത്. ക്ലിയർ ആവണ്ടല്ലോ? ഓക്കെ, നെക്സ്റ്റ്. പല ആളുകളും എന്താ ചെയ്യുക? അപ്ലൈനായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ബന്ധപ്പെട്ട കാര്യത്തിലാണ് അവർ ഏറ്റവും കൂടുതൽ സൊല്യൂഷൻ ആഗ്രഹിക്കുക. സത്യത്തിൽ ഒരു സ്ഥലത്ത് സൊല്യൂഷൻ ഇല്ല, നമ്മുടെ കയ്യിൽ മാത്രമേ സൊല്യൂഷൻ ഉള്ളൂ.
നെവർ പുട്ട് ദ കീ ഓഫ് യുവർ ഹാപ്പിനെസ് ഇൻ സമ്മൺ എൽസ് പോക്കറ്റ്. നമ്മളെ സന്തോഷത്തിന്റെ താക്കോൽ വേറൊരാളെ പോക്കറ്റിൽ തന്നെ കിട്ടൂല. നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് മുകളിലുള്ള ലീഡേഴ്സിന്റെ, മുകളിലുള്ള അപ്ലയൻസിന്റെ സഹായത്തോടു കൂടി നമ്മളെ ടീമിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേ നമ്മൾ ഇരിക്കണം. അല്ലാണ്ട് ആ ലീഡർ എനിക്ക് ടീം ഉണ്ടായി തരട്ടെ, ആ ലീഡർ എനിക്ക് വരുമാനം ഉണ്ടായി തരട്ടെ, അല്ലെങ്കിൽ അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത് നിരുത്തരവാദമായ രീതിയിലുള്ള പെരുമാറ്റമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അതൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തത് മാത്രമേ കാണാൻ പറ്റൂ. അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. ക്ലിയർ ആവണ്ടല്ലോ? കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതൊരു മാനേജ്മെന്റ് ബിസിനസ് കൂടിയാണ്. എന്ന് പറഞ്ഞാൽ സോപ്പ് വിൽക്കലും പേസ്റ്റ് വിൽക്കലും അപ്പുറത്ത് ഇതൊരു മനുഷ്യന്മാരെ കൈകാര്യം ചെയ്ത ഒരു ബിസിനസ് കൂടിയാണ്, ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പൊ ഇൻഡസ്ട്രിന്റെ അകത്ത് ഒരു ഡിസിപ്ലിൻ വേണം, ഒരു അച്ചടക്കം വേണം, ഒരു പ്രോട്ടോകോൾ വേണം. അതിനനുസരിച്ച് നിങ്ങൾ പെരുമാറി കാണിച്ചു കൊടുക്കുമ്പോഴേ നിങ്ങളുടെ ടീമിലുള്ള ആളുകൾ എങ്ങനെ പെരുമാറാൻ തോന്നുന്നു. അതുകൊണ്ട് നമ്മളുടേതായ ഒരു കറക്ഷൻസ് ഈ ബിസിനസ്സിന് ആവശ്യമാണ്. അതല്ലെങ്കിൽ ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾ ഒരുപക്ഷെ വലിയ ഗ്രോത്ത് ഉണ്ടാക്കിയ ആളാണെങ്കിലും ആ ഡിസിപ്ലിൻ ഇല്ലാതെ പോയാൽ നമുക്ക് ബിസിനസ് താഴോട്ട് പോകും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സിസ്റ്റത്തിന് സറണ്ടർ ആയി മാത്രമേ നമ്മളിത് പോകാൻ പാടുള്ളൂ. ഓക്കെ. ഒരിക്കലും ഒരു മിലിറ്ററി ഓഫീസറോട് ഒരു ലേഡി ഓഫീസറാണ്, ആ മിലിറ്ററി ഓഫീസറോട് ചോദിച്ചു, നിങ്ങളുടെ കയ്യിലുള്ള ആയുധം എന്താണ്? ആയുധം പറഞ്ഞാൽ വെപ്പൺ. ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ള ആയുധം എന്ന് ചോദിച്ചു. ആ മിലിറ്ററി ഓഫീസർ പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്ക് എന്താ അറിയോ? ദിസ് ഈസ് ദ ടൂൾ എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിലുള്ള ആയുധമല്ല, അതൊരു ടൂള് മാത്രമാണ്. ഐ ആം ദ വെപ്പൺ, ഞാനാണ് ആയുധം എന്ന് പറഞ്ഞത്. ക്ലിയർ ആയോ? അതേമാതിരി മൈലേജ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആയുധമല്ല, നിങ്ങളുടെ ടൂളാണ്. അത് നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ ഉപയോഗിക്കുക. പക്ഷെ ആയുധമായി മാറേണ്ടത് നിങ്ങളുടെ മൈൻഡാണ്, നിങ്ങളാണ് മാറേണ്ടത്. അതിനെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളൊരു ചാവേർ ആയിട്ട് മാറണം. ഈ ബിസിനസ്സിന് ആവശ്യമായ രീതിയിലേക്ക് മൈൻഡ് സെറ്റ് റെഡിയാക്കണം. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ഒരു ടൂൾ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാൻ പറ്റും. ക്ലിയർ ആവണ്ടല്ലോ? ഇപ്പൊ ഉമ്മർ ഉസ്താദ് സാറൊക്കെ പെർഫോമൻസ് ബോണസ് എല്ലാ മാസവും കണ്ടിന്യൂസ്, അതൊരു ടൂള് പോലെയായി. ഞാനൊക്കെ 12 മാസം തുടർച്ചയായിട്ട് പെർഫോമൻസ് ബോണസ് അടിച്ചിട്ട് എനിക്ക് വലിയ അച്ചീവ്മെന്റ് ഉണ്ടായത്. ക്ലിയർ ആയോ? തുടർച്ചയായിട്ട് ഞാനും അടിച്ചിട്ടുണ്ട്. ക്ലിയർ ആയോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ലെവലിൽ ടൂള് പോലെ എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിയത് നമ്മളൊരു ആയുധം ചെയ്യേണ്ട ഒരു പണി നമ്മൾ ചെയ്യാം. അത് തേച്ച് മിനുക്കി വൃത്തിയാക്കി ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിച്ച് അതിനെ ഏതൊക്കെ സ്ഥലത്താണ് ഏത് സ്ഥലത്താണ് ഉപയോഗിക്കേണ്ടത് തിരിച്ചറിവോട് കൂടിയാണ് നമ്മളത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആ രീതിയിലേക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾ മാറ്റിയെടുക്കണം. അങ്ങനെ മൈൻഡ് സെറ്റ് മാറി എളുപ്പമല്ല. അത് ട്രെയിനിങ് മീറ്റിംഗ് ഇത് സ്ഥിരമായി അറ്റൻഡ് ചെയ്ത് അത് കയ്യിൽ കൂടെ കേട്ട് ഇതിൽ കൂടെ കളഞ്ഞാൽ പോരാ. അതിനെന്ത് ചെയ്യണം? അതിന് ആവശ്യമായ രീതിയിൽ നമ്മുടെ കഴിവിനോട് ചേർത്ത് നമ്മളത് ഉപയോഗിച്ച് തേച്ച് മിനുക്കി വൃത്തിയാക്കുമ്പോഴാണ് ഈ ലെവലിലേക്ക് ഒരു മിലിറ്ററി ഓഫീസർ, ട്രെയിൻഡായ ഒരു മിലിറ്ററി ഓഫീസർ മാറുന്ന പോലെ ട്രെയിൻഡായ ഒരു ഡയറക്ട് സെല്ലറായിട്ട് നിങ്ങൾ മാറാനുള്ള കാരണം ഈ രീതിയിലായിരിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ. നെക്സ്റ്റ്, മണി ഈസ് ലൈക്ക് എ ഡെറ്റോൾ. ഒരു ഡെറ്റോൾ പോലെയാണ്. ഒരു ഡെറ്റോൾ വാങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ പുറകെ ചെയ്തിട്ടുണ്ടാവും. 99.9% ബാക്ടീരിയനെ, വൈറസിനെ, ഫംഗസിനെ ക്ലീൻ ചെയ്തിട്ടുണ്ടാവും. അതേപോലെയാണ് മണി ഈസ് ലൈക്ക് എ ഡെറ്റോൾ ബിക്കോസ് ഇറ്റ് കിൽ 99.9 പ്രോബ്ലംസ്. അതായത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും തൂത്ത് വൃത്തിയാക്കണമെങ്കിൽ ഒരു ഡെറ്റോള് പോലെ നമുക്ക് വേണ്ട സാധനത്തിന്റെ പേരാണ് പണം. അപ്പൊ എല്ലാ പ്രശ്നങ്ങൾക്കും പുറകിലുള്ള അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് ഈ പണമാണ്. പണം വന്നാൽ പ്രശ്നങ്ങൾ തീർന്നു. ക്ലിയർ ആയോ? അതുകൊണ്ട് ഈ രീതിയിൽ പണം ഉണ്ടാക്കാനുള്ള വഴിയായിട്ടും അല്ലെങ്കിൽ പണം ഉണ്ടാക്കാനുള്ള സ്ട്രാറ്റജി ആയിട്ടും ഡയറക്ട് സെല്ലിങ്ങിനെ നിങ്ങൾ മനസ്സിലായി കാണും. ആ രീതിയിലേക്ക് നമ്മൾ അതിനെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഓക്കെ. ഇനി ചില മിടുക്കന്മാര് ചെയ്യുന്നതാണ്, കാര്യങ്ങളൊക്കെ കേൾക്കൂ. ഇപ്പൊ ഒരു പക്ഷേ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം 1 മണിക്കൂർ കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ ദയവ് ചെയ്യല്ലേ. പ്രഭാതത്തെ കീഴടക്കുന്നവൻ ജീവിതത്തെ കീഴടക്കി എന്ന് പറയാം. രാവിലെ എഴുന്നേൽക്കുന്നവൻ ജീവിതത്തിനെ കീഴടക്കി. രാവിലെ പുതപ്പിനുള്ളിൽ കിടക്കുന്നവൻ ദാരിദ്ര്യം പിടിച്ചു വാങ്ങി എന്ന് പറയാം. ക്ലിയർ ആയോ? അതുകൊണ്ട് മോർണിംഗ് മീറ്റിൽ അറ്റൻഡ് ചെയ്യാൻ മാത്രം രാവിലെ എഴുന്നേൽക്കുന്ന സ്വഭാവമല്ല വേണ്ടത്. മോർണിംഗ് മീറ്റ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഫീൽഡിലേക്ക് പോകണം, പണിയെടുക്കണം. ക്ലിയർ ആയോ? അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ജീവിതത്തിനകത്ത് മെച്ചം ഉണ്ടാവും. അതുകൊണ്ട് ഗെറ്റ് അപ്പ്, അതർവൈസ് യുവർ കംഫർട്ട് സോൺ വിൽ കിൽ യു. നിങ്ങൾ എഴുന്നേറ്റില്ലെങ്കിൽ ആ എഴുന്നേക്കാനുള്ള മടി ഉണ്ടല്ലോ, അത് നിങ്ങൾ കിടക്കുന്ന നല്ല പട്ട് മെത്ത ഉണ്ടല്ലോ, AC ഇട്ട് നല്ല ആ പറയുന്ന ബെഡ്റൂം, അവിടെ നിങ്ങൾ കിടന്ന് ഒരു ദിവസം നിങ്ങളുടെ മുഖം അവിടെ നിന്ന് എടുക്കാൻ നോക്കുന്ന സമയത്ത് ഇതേപോലെ ഇരിക്കും. കാരണം എന്താണ്? ഈ കിടന്ന് സുഖത്തിന് പിന്നാലെ പോയ ആളുകൾക്ക് ഏറ്റവും വലിയ നാശം അവൻ തന്നെ ആ കിടക്കെ തന്നെ കാണും. അതുകൊണ്ട് ഒരിക്കലും കിടന്നുറങ്ങാതിരിക്കുക. ക്ലിയറായി? എപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുക. ജീവിതകാലം മുഴുവൻ വർക്ക് ചെയ്യണം. അതെ, ഒരു കാരണവശാലും റെസ്റ്റ് എടുക്കുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കരുത്. അങ്ങനെയുള്ള ആളല്ല നിങ്ങൾ എന്നുള്ളത് സ്വയം ഒന്ന് ബോധ്യപ്പെടുക. ഓക്കെ. എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കോൺഫിഡൻസ് കുറയുന്ന രീതിയിൽ നമുക്ക് തോന്നിയാൽ നമുക്ക് വരുമാനവും ബിസിനസ്സും താഴോട്ട് പോകും.
കോൺഫിഡൻസ് നഷ്ടപ്പെടരുത്, ലാക്ക് ഓഫ് കോൺഫിഡൻസ് വരരുത്, അതേപോലെ തന്നെ ലാക്ക് ഓഫ് പെർസിസ്റ്റൻസ് വരരുത്. എന്താ കോൺഫിഡൻസ് പറഞ്ഞാൽ ആത്മവിശ്വാസം. ആത്മവിശ്വാസം എവിടുന്ന കിട്ടുക? രണ്ട് രീതിയിലാണ് ആത്മവിശ്വാസം കിട്ടുക. ഒന്നെങ്ങനെ കിട്ടുക? ഒന്ന്, നിങ്ങൾക്ക് ട്രെയിനിങ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്താൽ ആത്മവിശ്വാസം കിട്ടും. രണ്ടാമത് എന്താണ്? പ്രവൃത്തിയിലൂടെയുള്ള ഫലം നിങ്ങൾക്ക് ആത്മവിശ്വാസം തരും. ക്ലിയർ ആയോ? അതുകൊണ്ട് എന്ത് ചെയ്യണം? ഫീൽഡ് പോകണം, സെയിലുകൾ ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ നമുക്ക് വിൽക്കണം, അതേപോലെ പുതിയ പുതിയ ആളുകളെ ബിസിനസ്സിൽ കൊണ്ടുവരണം. അതുകൊണ്ട് കോൺഫിഡൻസ് ലെവല് എപ്പോഴും ഒരു 100% നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഉയർത്തിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് അതിനകത്ത് എപ്പോഴും എന്ത് ചെയ്യരുത്? താഴോട്ട് പോകാൻ പാടില്ല. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഒരാള് ഏത് നിമിഷവും ഫിനിഷ് പക്ഷിയെ പോലെ കുതിച്ചു വരും. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടാലാണ് ആ വ്യക്തിക്ക് ആത്മഹത്യാ പ്രവണത ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ബിസിനസ് വിട്ടുപോകാനോ, ബിസിനസ് മാറി നിൽക്കാനോ, പാർട്ട് ടൈമിലേക്ക് പോകാനോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോകാനൊക്കെ തോന്നിപ്പോവുക ഈ ആത്മവിശ്വാസ കുറവുകൊണ്ടാണ്. അപ്പൊ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു ടീമായി നിങ്ങൾ ടീം മാറാതിരിക്കണമെങ്കിൽ നിങ്ങൾ ടീമിനെ പുറത്തും ട്രെയിൻഡ് ആയിരിക്കണം. എപ്പോഴും ടീമിന് ട്രെയിനിങ്ങും മീറ്റിംഗും പങ്കെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആടിനെ തോട് കടത്തേണ്ട മുട്ടനാട് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഇതേമാതിരി കൊണ്ടുവന്നിരുത്തി അവരുടെ കോൺഫിഡൻസിനെ ഏറ്റവും നന്നാക്കി നിർത്തണം. അടുത്തെന്താണ്? ലാക്ക് ഓഫ് പെർസിസ്റ്റൻസ്. എന്താ പെർസിസ്റ്റൻസ്? പ്രതികൂലമായ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കുക. എഴുതി വെച്ചോളൂ. പ്രതികൂലമായ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കുകയും അനുകൂലമായ സാഹചര്യത്തിൽ ഇടിച്ചു കയറുകയും ചെയ്യുന്നവന്റെ പേരാണ് മൈലേജ് മാർക്കറ്റിംഗ് ലീഡർ. അത് പ്രതികൂലമായ സാഹചര്യത്തിനകത്ത്, ബിസിനസ്സിനകത്ത് ചിലപ്പോൾ ഫ്ലക്ച്വേഷനൊക്കെ വരും. അപ്പൊ നമുക്ക് ചെറിയ ഫ്ലക്ച്വേഷനൊക്കെ ബിസിനസ്സിനകത്തുണ്ട്, ഗ്രോത്ത് ഒക്കെ കുറച്ച് കുറവുണ്ട്. ഇല്ല ഞാൻ പറയുന്നില്ല, കാരണം നമ്മളൊക്കെ ഒരു ഫാമിലി മെമ്പർമാരാണ്. ഓക്കെ, ആ സമയത്ത് ഇട്ടേച്ച് പോവുകയാണ് വേണ്ടത്, കളഞ്ഞിട്ട് പോവുകയാണ് വേണ്ടത്. ട്രെയിനിങ്ങിനകത്ത് മീറ്റിങ്ങിനകത്ത് അറ്റൻഡ് ചെയ്യാതിരിക്കുന്നത് വേണ്ടത് അല്ല. ട്രെയിനിങ്ങിലും മീറ്റിങ്ങിലും ഒക്കെ അറ്റൻഡ് ചെയ്ത് ആ കോൺഫിഡൻസ് തിരിച്ചു പിടിച്ച് ബിസിനസ്സിനകത്ത് ഗ്രോത്ത് ഉണ്ടാക്കണം. അതുകൊണ്ട് പെർസിസ്റ്റൻസ്, പിടിച്ചു നിൽക്കുക, പ്രതിസന്ധികൾ തളരാതിരിക്കുക. അതിനകത്ത് നമ്മൾ ചെയ്ത പണിന്റെ അകത്ത് റിസൾട്ട് കാണാതെ, രണ്ടറ്റം കാണാതെ വിട്ടുപോകാൻ പാടില്ലാത്ത ബിസിനസിന്റെ പേരാണ് മൈലേജ് മാർക്കറ്റ്. അതുകൊണ്ട് പ്രതിസന്ധികൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടംപോലെ പ്രതിസന്ധികൾ, തടസ്സങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കഥയുണ്ട്. പാണ്ടി ലോറി ഒരു റോഡ് സൈഡിൽ നിർത്തുന്ന സമയത്ത് അതിന്റെ ക്ലീനർ ഇറങ്ങി വന്നിട്ട് കട്ട വെക്കുന്ന കണ്ടിട്ടുണ്ടാവും. ഇനി അതിനുശേഷം ചായ കുടിച്ചതിന് ശേഷം അത് സ്റ്റാർട്ടാക്കുന്ന സമയത്ത് ക്ലീനർ പോയിട്ട് ആ കട്ട എടുത്ത് മാറ്റും. ക്ലിയർ ആയോ? എന്ന് പറഞ്ഞാൽ ഇതേപോലെ ചെറിയ ചെറിയ കട്ടകൾ വരുമ്പോൾ, തടസ്സങ്ങൾ വരുമ്പോൾ, സാമ്പത്തികപരമായ കുരുക്കുകൾ, അല്ലെങ്കിൽ ബിസിനസ്സിനകത്ത് ഉണ്ടാകുന്ന നെഗറ്റീവായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ടീമിൽ ആരെങ്കിലും ഇനാക്റ്റീവായി പോകുന്നത്, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിട്ട് ചെറിയ ചെറിയ പാണ്ടി ലോറിക്ക് കട്ട വെക്കുന്ന പോലെയാണ്. ക്ലിയർ ആയോ? പക്ഷെ ഇത് ഓടി തുടങ്ങുമ്പോൾ, ആ ഓടി തുടങ്ങുന്ന സമയത്ത് ആ കട്ടയല്ല, കരിങ്കല്ലല്ല, ഭിത്തി അടക്കം തിരിച്ചു നിർമ്മിച്ച് ആ സാധനം പോകും. എന്ന് പറയുന്ന പോലെ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ നെഗറ്റീവായ കാര്യങ്ങളില്ല. ഞങ്ങൾക്ക് ഇതൊക്കെ അതിന് തരണം ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇതിനെ പറഞ്ഞു കൊടുക്കാനും ടീമിനെ തിരിച്ചു പിടിക്കാനുള്ള കഴിവുകളുണ്ട്. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്ത് അങ്ങ് ചേർന്ന് നിന്നാൽ മതി. ഒരുപാട് ട്രെയിനിങ്ങൾ വരുന്നുണ്ട്, മാരത്തോൺ ട്രെയിനിങ്ങൾ വരാൻ വേണ്ടി പോവുകയാണ് 18-ാം 19-ാം തീയതി മുതൽ. അതിനൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ബെല്ലി സാർ പറയും. ക്ലിയർ ആയോ? DTC ZTC മീറ്റിങ്ങിനകത്ത് പല കാര്യങ്ങൾ വരാനുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾക്ക് വരാൻ വേണ്ടി പോവുക. അപ്പൊ ഇതിന്റെ കൂടെ എന്ത് ചെയ്യണം? അങ്ങ് കണക്ട് ചെയ്യണം. ക്ലിയർ ആയോ? നിങ്ങളുടെ ടീമിനകത്ത് എലിജിബിൾ ആയ എല്ലാ ആളുകളെയും ഈ പറയുന്ന സ്ഥലങ്ങളിലേക്ക് പ്ലാറ്റ്ഫോമിൽ എത്തിക്കണം. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ മറന്നുപോകരുത്. CP മറന്നുപോകരുത്. എന്താണ്? ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഇല്ലായ്മ, അതൊരിക്കലും വരാൻ പാടില്ല. പെർസിസ്റ്റൻസ്, അതായത് ടീമിന്റെ അകത്ത് വരുമാനമില്ലാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരായിട്ട് ഒരു അരമണിക്കൂർ സിറ്റിംഗ് ഇട്ട് അവർക്ക് കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് കൊടുത്ത് അതിനുള്ള സ്ട്രാറ്റജികൾ ഉണ്ടാക്കി അവരെ വരുമാനം താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനൊക്കെ നിലനിർത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് അവിടെ 1-2 ദിവസത്തെ വർക്കുകളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് അതിനൊക്കെ കറക്റ്റ് ആക്കി കൊണ്ടുവരണം. അല്ലാണ്ട് എന്റെ സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് വിളിച്ച് നടക്കുന്ന ലീഡറായിട്ട് മാറരുത്. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ താൽക്കാലികമായ നേട്ടം മാത്രമേ ഉണ്ടാവും. ഒരു സ്ഥിരത കൈവരിക്കണമെങ്കിൽ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അതിനകത്ത് എന്ത് ചെയ്യണം? കുറച്ചുകൂടി ഉത്തരവാദിത്ത ബോധത്തിലേക്ക് നമ്മൾ മാറണം. അതാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ എന്റെ സ്ലൈഡുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഏതാണ്ട് പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ റഷീദ് സാർ 7 മണി വരെയാണ് പറഞ്ഞത്. ഓക്കെ, അത് 3 മിനിറ്റാണ് അധികമായത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ഞാൻ ഇന്ന് പറഞ്ഞ പോയിന്റുകൾ ഒന്നുകൂടി, കീ പോയിന്റുകൾ ഒന്നുകൂടി ഞാൻ പറയാം. സൈൻ ബോർഡ് വെച്ച് ബിസിനസ് ചെയ്യാം. സൈൻ ബോർഡ് എന്താ? സൈൻ ബോർഡ് ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്, സക്സസ്, അതാണ് സൈൻ ബോർഡ്. ഈ സൈൻ ബോർഡ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കറക്റ്റായ രീതിയിൽ കിട്ടുക? ഞാൻ യാത്ര ചെയ്യുന്ന കറക്റ്റ് ആണോ, വർക്ക് ചെയ്യുന്ന കറക്റ്റ് ആണോ, എവിടെ നിന്ന് മനസ്സിലാകുക? ട്രെയിനിങ്ങിലൂടെയാണ്. അപ്പൊ ട്രെയിനിങ്ങിലും മീറ്റിംഗിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? നമ്മളെ ബ്രെയിൻ ആവുന്ന, മൈൻഡ് ആവുന്ന സ്വിച്ച് എവിടെ ഓൺ ചെയ്യണമെന്ന് നമ്മൾ തിരിച്ചറിയും. അപ്പൊ സ്വിച്ച് മോഡ്, എനർജി മോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്തോട് എന്ത് ചെയ്യണം? കോൺഫിഡൻസ് പാസ് ചെയ്യണം, അറിവ് പാസ് ചെയ്യണം. അത് എങ്ങോട്ടേക്ക് മാറ്റണം? എനർജി കിട്ടിയാൽ കിടന്നുറങ്ങാണ് ചെയ്യേണ്ടത്? അല്ല മോഹൻലാലിന്റെ തുടർ സിനിമയും യൂസുഫും കാണാൻ പോവാണ് വേണ്ടത്? ആണോ? അല്ല. എന്താ ചെയ്യേണ്ടത്? ലൈഫ് ടൈം മാർക്കറ്റിങ്ങിന്റെ വർക്കിന് വേണ്ടി ഉപയോഗിക്കണം. ക്ലിയർ ആയി? ഏതെങ്കിലും വർക്കിന് വേണ്ടിയിട്ടല്ല, മൈലേജ് മാർക്കറ്റിന്റെ വർക്കിന് വേണ്ടി ഉപയോഗിക്കണം. വർക്ക് മോഡിലേക്ക് നമ്മൾ മാറണം. അതുകൊണ്ട് സ്വിച്ച് മോഡ്, എനർജി മോഡ്, വർക്ക് മോഡ്. ക്ലിയർ ആവണ്ടല്ലോ?
ആ കാര്യത്തിനകത്ത് നമ്മൾ ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ മീറ്റിംഗിനകത്ത് പ്രധാനമായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. അപ്പൊ നിങ്ങൾക്ക് വ്യത്യസ്തമായ ലീഡർ വ്യത്യസ്തമായ രീതിയിൽ അവരുടെ എക്സ്പീരിയൻസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ പറയുന്നുണ്ടാവും. അപ്പൊ എന്തെങ്കിലും സംതിങ് സ്പെഷ്യൽ എന്നെ നിങ്ങൾ വിളിക്കുമ്പോൾ എന്തെങ്കിലും എന്റെ അടുത്ത് പ്രതീക്ഷിക്കുമല്ലോ. അതുകൊണ്ടാണ് സംതിങ് സ്പെഷ്യൽ എന്ന രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി ഞാൻ റഷീദ് സാറോട് കൂടി ചോദിച്ചിട്ടുണ്ട്. അതിനാവശ്യമായ സാധനങ്ങളാണ് ഞാൻ തന്നത് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും ഇതിനൊക്കെ നേട്ടം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ എന്തെങ്കിലും വലിയ വലിയ ഉയരങ്ങളിൽ വെച്ച് നിങ്ങൾ ഇനിയും കണ്ടുമുട്ടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.